നിങ്ങൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടുള്ള യുദ്ധം, പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്ന് ഭരണാധികാരിയാണ്. അങ്ങനെയല്ലാതെ നാലാള് കമ്മിറ്റി ഉണ്ടാക്കി നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ലെന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ മുൻഗാമികളായ മഹാന്മാർ അതാ നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാടിനെതിരെ ജീവൻ കൊടുത്തവരാണ്. തീവ്രവാദത്തിനെതിരെ ജീവൻ കൊടുത്തവരാണ് നമ്മളെ നേതാക്കൾ. ഇസ്ലാമിന്റെ പേരിൽ ആരും തീവ്രവാദം കെട്ടിവെക്കണ്ട, മുസ്ലിമീങ്ങളെ ആരും തീവ്രവാദിയായി പ്രഖ്യാപിക്കണ്ട. ഇസ്ലാമിന് തീവ്രവാദം അറിയില്ല. ഇസ്ലാം തീവ്രവാദത്തിന്റെ കഠിന വിരുദ്ധമായ ചേരിയിലാണ് ഇസ്ലാമുള്ളത്, മുസ്ലിമീങ്ങളുള്ളത്, മുസ്ലിം പണ്ഡിതന്മാരുള്ളത്. ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കക്ഷികൾ, ഹദീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കക്ഷികൾ, ഖുർആൻ കാസെടുത്തിട്ട് വിവരമില്ലാത്ത ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരുടെ ദുഷ്ചെയ്തിക്കെതിരെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കേട്ടോ. കാരണം ഖുർആൻ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾ ഓർക്കുക, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് എന്താ സംഭവിച്ചത്? തീവ്രവാദികളെ ശക്തിയായി നേരിട്ടു, നിയമം കൈയ്യിലെടുക്കുന്നവരെ ശക്തിയായി നേരിട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നു? തല കൊടുക്കേണ്ടി വന്നു. എന്നാലും തിരക്കില്ല, തീവ്രവാദം. ഇങ്ങനെ സംഭവം അറിയോ? ചുരുക്കി ഞാൻ പറയാം, കേട്ടിട്ടില്ലേ നിങ്ങൾ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വളരെ സംശുദ്ധമായ ജീവിതം നയിക്കുന്ന മഹാനാ, മലക്കുകൾ ലജ്ജിക്കുന്ന അത്രയും ഹയാ ഉള്ള ഒരു മഹാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച മഹാനാ. ഒന്ന് വഫാത്തായപ്പോ പിന്നെയും കഴിച്ചു. ആ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഭരിക്കുന്ന കാലത്ത് കൂഫയിലാണെന്ന് ഞാൻ ഓർക്കുന്നു. അവിടെയുള്ള ജനങ്ങൾ വന്നിട്ട് അവിടുത്തെ ഗവർണർക്കെതിരെ കംപ്ലൈന്റ് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഗവർണറെ മാറ്റിത്തരണം. അങ്ങനെ ഗവർണറെ മാറ്റാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കത്ത് എഴുതി കൊടുത്തയച്ചു. മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി നിശ്ചയിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ. എന്നിട്ട് കത്ത് കൊടുത്തയച്ചു, നിങ്ങളെ നിശ്ചയിച്ചു, അദ്ദേഹത്തോട് സ്ഥാനം ഒഴിയാൻ പറയണം. മുഹമ്മദ് നബി ബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോ വഴിക്ക് വെച്ച് ഒരൊട്ടകത്തിന്റെ പുറത്ത് ഒരടിമ ഇങ്ങനെ പോകുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടിമനെ വിളിച്ചു. അങ്ങനെ ഒരു സംശയാസ്പദമായ ദൃഷ്ടിയിൽ കണ്ടപ്പോൾ വിചാരണ ചെയ്തു. അദ്ദേഹത്തെ പരിശോധിച്ച് നോക്കിയപ്പോ അടിമന്റെ കയ്യിൽ നിന്ന് ഒരു കത്ത് കിട്ടി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എന്താ കത്ത്? കത്തിലുള്ളത് മുഹമ്മദ് ഇബ്നു അബീ ബക്കർ എന്നൊരു പുതിയ ഒരാള് ഗവർണറാണെന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ നിയോഗിച്ചതാണെന്ന് പറയും, അയാൾ വന്നാൽ അയാൾ കൊന്നുകളയണം. കത്ത് ആരുടെ പേരിലാ കത്ത്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിലാ കത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു കത്ത്. ഉസ്മാൻ റളിയല്ലാഹു തന്നെ പറഞ്ഞയച്ച മുഹമ്മദ് നബി ബക്കറിനെ കൊന്നുകളയുമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ കത്തയച്ചതായിട്ടൊരു കത്ത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. ഈ കത്ത് കിട്ടിയപ്പോൾ മുഹമ്മദ് നബി ബക്കർ റളിയല്ലാഹു അൻഹു രോഷാകുലനായി, കൂടെയുള്ള രോഷാകുലനായി. അത്ര വലിയ വഞ്ചന നടത്തി. ഉസ്മാൻ എന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ, എന്നെ കൊന്നുകളയണമെന്ന് കത്തും കൊടുത്തേക്ക. അവരങ്ങനെ തന്നെ രോഷാകുലനായി മദീനത്തേക്ക് മടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരായ സഹാബികൾ വന്ന് ഈ കത്തുമെടുത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടോ? മുഹമ്മദ് ഇബ്നു അബീ ബക്കറിനെ കൊല്ലണമെന്ന് കത്ത് കൊടുത്തിട്ടുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഞാനങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല, ഞാനങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. ഇത് നിങ്ങളെ കടലാസല്ലേ? കടലാസ് എന്റെ തന്നെയാണ്. ഈ കത്ത് കൊണ്ടുപോയ അടിമ നിങ്ങളതല്ലേ? അടിമ എന്റെ തന്നെയാണ്. കൊണ്ടുപോയ വാഹനം നിങ്ങളതല്ലേ? വാഹനം എന്റെ തന്നെയാണ്. കത്ത് ഞാൻ എഴുതിയതല്ല, കത്ത് ഞാൻ എഴുതിയതല്ല. വല്ലാഹി സത്യം, ഞാൻ ഈ കത്ത് എഴുതിയിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സത്യം ചെയ്തപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും കള്ളസത്യം ചെയ്യൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, കള്ളസത്യം ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ സമാധാനത്തോടെ പിരിഞ്ഞു പോകണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം ഒരു കൂട്ടർ കേട്ടില്ല. തീവ്രവാദ മൈൻഡുള്ള ഒരു കൂട്ടരുണ്ട്, അവർ കേട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ഉപദേശം കേട്ടില്ല. അവർ ഞങ്ങളങ്ങനെ പിരിഞ്ഞു പോകൂല. പിന്നെ ആ കത്ത് ഇത് ആരാന്ന് ഞങ്ങൾ മനസ്സിലാവും. അങ്ങനെ കത്തിന്റെ കയ്യക്ഷരം പരിശോധിച്ചു. കയ്യക്ഷരം പരിശോധിച്ച് നോക്കുമ്പോൾ ആ കയ്യക്ഷരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റേതല്ല, മർവാന്റെ കയ്യക്ഷരം. മർവാനാണ് കത്ത്. മർവാൻ എവിടെ? മർവാനെ സംബന്ധിച്ച് അന്വേഷണമായി. മർവാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ഉള്ളിലുണ്ട്. മർവാൻ, ഈ കത്തയച്ച മർവാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ഉള്ളിലുണ്ട്. ഈ തീവ്രവാദികളായ ആളുകൾ എന്ത് പറഞ്ഞു? ഉസ്മാൻ, മർവാനെ പുറത്തു വിട്, മർവാനെ ഇറക്കി പുറത്തേക്ക് വിടും, ഞങ്ങളൊന്ന് കൈകാര്യം ചെയ്യട്ടെ മർവാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് സമ്മതിക്കൂല. അതിന്റെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് പാടില്ല. പിന്നെ ഞാൻ ഭരണാധികാരിയാ,
മർവാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. എന്നിട്ട് വിസ്താരം നടത്തും, സാക്ഷി വിസ്താരം നടത്തും, തെളിവ് പരിശോധിക്കും. മർവാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ നടപ്പാക്കും. അത് ഈ ഭരണകൂടം പ്രവർത്തിക്കും. അതേ സമയത്ത് ഭരണാധികാരി ആ നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അയാളെ പേരിൽ നിയമം നടപ്പാക്കാൻ വേണ്ടി കുറച്ചാളുകൾ ഇങ്ങനെ സംഘടിച്ചിട്ട് വന്നാൽ അങ്ങനെ വിട്ടുതരാൻ ഉസ്മാൻ തയ്യാറല്ല. തീവ്രവാദികൾ കടിമപ്പെട്ടില്ല. അപ്പോഴവരെന്ത് ചെയ്തു? എന്നാൽ ഉസ്മാനെ തന്നെ കൊല്ലണം. തീവ്രവാദത്തിന് അംഗീകാരം കൊടുക്കാത്തത് കൊണ്ട് നിയമം കയ്യിലെടുക്കാൻ ഈ സംഘടിച്ചു വന്ന ഗ്രൂപ്പിന് അനുമതി കൊടുക്കാത്തത് കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലണമെന്ന് അവർ തീരുമാനിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട് വളഞ്ഞു. ഏത് തീവ്രവാദിന്റെ ഹാലിങ്ങനെ? തീവ്രവാദത്തിന് അംഗീകാരം കൊടുക്കുന്നില്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രസംഗിച്ച മൊയ്ലിയാർ എന്താക്കാൻ പറ്റൂല? പിന്നെ നോക്ക്. അപ്പൊ ഞങ്ങളതിനെ ഇത് സംഘടിച്ചതിന് ആലോചന ഉണ്ടാവില്ല. പിന്നെ അതിനെതിരെ പറഞ്ഞവര് എന്ത് ചെയ്യാൻ കഴിയൂന്നാ ചിന്തിക്കുക. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലാൻ തീരുമാനിച്ച് വീട് വളഞ്ഞ കക്ഷികൾ, സുബ്ഹാനല്ലാഹ്, ഞാൻ ചുരുക്കി പറയുന്നു, അലി റളിയല്ലാഹു, ഹസൻ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സംരക്ഷണത്തിന് ആളെ ഏർപ്പെടുത്തി. ജുമാക്കും ജമാഅത്തിനും പോകാൻ ഉസ്മാൻ റളിയല്ലാഹുവിനെ ആ തീവ്രവാദികൾ അനുവദിച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് അവരൊന്നും സ്വീകരിച്ചില്ല. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീട്ടിൽ അതാ കാവല് നിൽക്കുന്ന ഹസൻ റളിയല്ലാഹു അറിയാതെ മേൽഭാഗത്തുകൂടി അവരൊരു ദിവസം രാത്രിയിൽ അതാ പതിഞ്ഞ് കയറി. സുബഹിന്റെ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ശരീരത്തിന്റെ മുന്നിൽ മൂന്നാളെത്തി. അതിലൊന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകനാണ്. അവിടെ എത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ താടി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു ഇങ്ങോട്ട് പിടിച്ചു. നിങ്ങൾ ഓർക്കണം, അപ്പോൾ ഭാര്യ പറഞ്ഞ് കരയാണ്. ഭാര്യയോട് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഭാര്യ കരയണ്ട, പെണ്ണേ നീ കരയണ്ട, ഞാൻ ഇന്നലെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാനെ നാളത്തെ നോമ്പ് തുറ എന്റെ കൂടെയാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ കരയേണ്ടതില്ല, എനിക്ക് റസൂലുള്ളാഹിന്റെ കൂടെ നോമ്പ് തുറക്കാനെത്തണം. പകൽ സമയത്ത് നോമ്പും രാത്രി ഖുർആനോത്തുമാക്കി കഴിച്ചുകൂട്ടിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു താടി പിടിച്ചു ഭരിക്കുന്ന മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദേ, നിന്റെ ബാപ്പ അബൂബക്കർ എങ്ങാനും നീ എന്റെ താടി പിടിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ അബൂബക്കർ പൊരുത്തപ്പെടൂല കേട്ടോ. അതങ്ങ് പറഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ നല്ല വിശ്വാസവും ചിന്തയും പൊരുത്തപ്പെടിക്കാനുള്ള മനസ്സും അല്ലാഹ് അങ്ങ് കൊടുത്തു. ഉടനെ തന്നെ താടി വിട്ടിട്ട്, എനിക്ക് മാപ്പാക്കണേ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ്, എനിക്ക് മാപ്പാക്കണേ എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞു. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഇവിടെ ചിന്തിക്കണം. മഹാന്മാരുടെ പേര് പറഞ്ഞാൽ, മഹാന്മാരുടെ ബഹുമാനം പറഞ്ഞാൽ അവിടെ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടും. മഹാന്മാരുടെ ചരിത്രം പറഞ്ഞാൽ, മഹാന്മാരുടെ പേര് പറഞ്ഞാൽ അവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം അങ്ങ് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് ബിൻ അബീ ബക്കറിന്റെ ഹൃദയത്തിൽ ഹിദായത്തിന്റെയും തെറ്റിദ്ധാരണ നീങ്ങാനുള്ള നല്ല മനസ്സ് കിട്ടിപ്പോയി. മഹാന്മാരെ പറയുന്ന സ്ഥലത്ത് റഹ്മത്തും ബറക്കത്തും ഇറങ്ങും കേട്ടോ. അത് പുത്തൻവാദിക്ക് മനസ്സിലാകാത്തത് ഖൽബിന്റെ ഉള്ളിൽ ചീത്തയായി പോയത് കൊണ്ടാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞപ്പോ മകന്റെ തെറ്റിദ്ധാരണ നീങ്ങി മാപ്പ് ചോദിച്ചു. ഇത് മാത്രമല്ല, മഹാനവറുകൾ മറ്റുള്ളവരോടും കൂടി നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന കക്ഷിയായി മാറി. പക്ഷേ കയറി വന്ന ഒരാൾ കടുത്ത തീവ്രവാദിയാ, അയാൾ വാളൂരി ചൊരച്ചപ്പെട്ടാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. എന്തിനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കിയോ? മർവാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു വിഭാഗം ആളുകൾക്ക് ബോധ്യപ്പെട്ടപ്പോ ആ കക്ഷികൾ ഇസ്ലാമിന്റെ ഭരണം നടത്തുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണത്തിന്റെ കീഴിൽ കോടതിയിൽ ഹാജരാക്കി മർവാനിനെ വിചാരണ ചെയ്ത് ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വിട്ടുതരണം മർവാനിനെ എന്ന് തീവ്രവാദി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടപ്പോ
നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും അനുവാദം കൊടുത്തുകൂടാ. ഭരണ വ്യവസ്ഥിതി അനുസരിച്ച് ഭരണം നടക്കണം എന്ന നിലക്ക് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സത്യത്തിൽ ഉറച്ചു നിന്ന് തീവ്രവാദികൾക്കെതിരെ സത്യത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ തലവെട്ടിപ്പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ, എനിക്ക് പറയാനുള്ളത്, ഒരു രാജ്യത്ത് നടക്കുന്ന ഭരണം, ആ ഭരണ വ്യവസ്ഥിതിയിൽ രാജ്യത്തുള്ള ഭരണാധികാരികൾ ഭരണം നടത്തുമ്പോ അവര് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ നമുക്ക് ഭരണഘടന അനുസരിക്കുന്ന വിധത്തിൽ നമുക്കവരോട് പ്രതിഷേധമറിയിക്കാം, നമ്മുടെ കാര്യങ്ങൾ പറയാം, മെമ്മോറാണ്ടം കൊടുക്കാം, ധർണ നടത്താം, അങ്ങനെ തുടങ്ങി നിയമം അംഗീകരിക്കുന്നതൊക്കെ ചെയ്യാം. അതേസമയത്ത് നിയമം കയ്യിലെടുത്തുകൊണ്ട് അവനവൻ ബോംബ് നിർമ്മിക്കുകയും അവനവൻ തീ വെക്കുകയും അവനവൻ തന്നെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന ഏർപ്പാടിന് സമൂഹം തുനിഞ്ഞാൽ അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മതമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, ഏത് പാർട്ടിക്കാരനാകട്ടെ, പാർട്ടി ഇല്ലാത്തവനാകട്ടെ, അവൻ നാശകാരിയാണ് കേട്ടോ. അവനെ കൊണ്ട് ലോകത്തൊരിക്കലും സമാധാനമുണ്ടാക്കാൻ കഴിയില്ല. നാശം ഒന്നിനുമേലെ ഒന്നായി 10 മടങ്ങ് വർദ്ധിക്കുകയല്ലാതെ സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ, ഓ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. ഭരണാധികാരികളെ അനുസരിക്കണം, അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലുള്ളാഹിനെ അനുസരിക്കണം, ഭരണത്തെ അനുസരിക്കണമെന്ന് പറഞ്ഞതിന്റെ തത്വവും ഇതാണ്. വലൗ കാന അബ്ദൻ ഹബശിയ്യാ, ഒരു നീഗ്രോ അടിമയാണെങ്കിലും ഒരാളെ അതാ ഭരണരംഗത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടാൽ അദ്ദേഹത്തെ അനുസരിക്കണമെന്ന് പറഞ്ഞത് വെറുതെയല്ല. സമാധാനം നിലനിൽക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. ഇത് ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു, നീട്ടി സംസാരിക്കുന്നില്ല. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഭൗതികമായ സമാധാനമാണ്. എന്നാൽ ഏറ്റവും വലിയ സമാധാനം അത് മനുഷ്യന് മനസ്സിലുണ്ടാകുന്ന സമാധാനമാണ്. അത് എത്ര തീവ്രവാദി ഉണ്ടായാലും ഏത് ഭീകരവാദി ഉണ്ടായാലും മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് അതും കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ഇവിടെ സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ 20ാം വാർഷിക സമ്മേളന പ്രചരണത്തിനൊരു പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഇയാള് സിറാജുൽ ഹുദ സ്ഥാപിച്ചുണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് പ്രചരണ പരിപാടി സിറാജുൽ ഹുദയെ പറ്റി ഒന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. സിറാജുൽ ഹുദയെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. സിറാജുൽ ഹുദയെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. സിറാജുൽ ഹുദയെ പറ്റി എന്ത് പറയാനാണ്? നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീൻ അത് പ്രചരിപ്പിക്കാനാണ് സിറാജുൽ ഹുദ. അല്ല, സിറാജുൽ ഹുദക്ക് 32ഓളം കെട്ടിടങ്ങളുണ്ട് പല സ്ഥലത്തായിട്ട്. അതുകൊണ്ട് മദ്രാസിൽ അതിനേക്കാളും കൂടുതൽ കെട്ടിടങ്ങളില്ലേ? എത്ര കെട്ടിടമുണ്ട് ഇവിടെ? അതുകൊണ്ടെന്താ കാര്യം? സിറാജുൽ ഹുദ അതിന് കീഴിൽ കുറെ കുട്ടികൾ, 8000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ പഠിക്കുന്ന എത്ര കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ വേറെ ഇല്ലേ? നമ്മുടെ വിഷയം അവിടെ അല്ല. നമ്മുടെ വിഷയം സിറാജുൽ ഹുദ. സിറാജ് എന്ന പേരും അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് അതിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി കൊടുത്തതാ. ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹി ബിഇസ്നിഹി വ സിറാജൻ മുനീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജ് മുനീറാണ്. അതേ, പ്രശോഭിതമായ വിളക്കാണ്, വെളിച്ചം വിതരണം ചെയ്യുന്ന വിളക്കാണ്. അത് അൽ ഹുദ എന്ന സന്മാർഗത്തിന്റെ വെളിച്ചമാണ്. അതങ്ങനെ സിറാജുൽ ഹുദ, സന്മാർഗ ദീപം. സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കാൻ എന്തിന്? കുറ്റ്യാടിയിലും പരിസരങ്ങളിലും വലിയ തീവ്രവാദ പ്രവർത്തനം നടന്നു. സുബ്ഹാനല്ലാഹ്, നൂറ്റാണ്ടുകൾ മുസ്ലിമീങ്ങൾ ആരാധിച്ച കുറ്റ്യാടി വലിയ ജുമാഅത്ത് പള്ളി, അവിടെ അറബിയിലുള്ള ഖുതുബയായിരുന്നു. അതൊരു ദിവസം ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് മിമ്പർമ കയറിയിട്ട് പച്ച മലയാളത്തിലാക്കി മാറ്റി. ഖുതുബ ഓതാൻ വേണ്ടി വന്ന നേരത്തെ കുഞ്ഞബ്ദുള്ള മുസ്ലിയാരെ പിടിച്ച് കൈകൊണ്ടതാ പിടിച്ചങ്ങോട്ട് മാറ്റി. മഹാസറ വിളിക്കാൻ വേണ്ടി നിന്ന മൊയ്തീൻ മുസ്ലിയാരോട് നിർത്തടാ മഹാസറ കൊടുകടാ ബാങ്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് മക്കയിലും മദീനയിലും നടക്കുന്നത് പോലെ 2 ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമാ മുമ്പത്തെ വെള്ളിയാഴ്ച നടന്നു. പക്ഷേ 950 പെട്ടെന്നതാ ഒറ്റ ബാങ്കുള്ള ജുമാ, മലയാളത്തിലുള്ള പ്രസംഗം, മീറ്റിംഗ്, നിസ്കാരമില്ല, ഖുതുബയില്ല, മീറ്റിംഗും പ്രസംഗവുമായി. അതോടുകൂടെ തന്നെ 2 ബാങ്ക് പോയി. തറാവീഹ് 20 മക്കയിലും മദീനയിലും ഇന്നുമുണ്ട്, അന്നുമുണ്ട്. പക്ഷെ ആ 20 ചുരുക്കി 8ആക്കി. സുബ്ഹാനല്ലാഹ്, തൊട്ടടുത്തുള്ള ഒരു വലിയ മക്ബറ 1964 പട്ടാപ്പകലിൽ പൊളിച്ചങ്ങ് നീക്കി മക്ബറയങ്ങ് തകർത്തു. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ
പള്ളിയും മക്ബറയും മഹല്ലത്തും പിടിച്ചടക്കിയ കുറ്റ്യാടിയും പരിസരങ്ങളും 11 പ്രദേശങ്ങളിൽ അറബിയിൽ ഖുത്ബ ഓതുന്ന പള്ളിയില്ല. 11 സ്ഥലങ്ങളിൽ 2 ബാങ്കുള്ള ജുമഅയില്ല. മക്ക മദീന പോലെ തറാവീഹില്ല. സുബ്ഹാനല്ലാഹ്, അറബിയിൽ പഠിപ്പിക്കുന്ന മദ്രസകളില്ല. ഈ വേദന കണ്ടപ്പോ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളാൽ തങ്ങളുടെ ശിഷ്യനായ എന്റെ പുല്ലൂക്കര ഉസ്താദിന്റെ സമ്മതത്തോടെ, തങ്ങളവറുകളുടെ സമ്മതത്തോടെ, എന്റെ ഗുരുവര്യരായ കാന്തപുരം ഉസ്താദിന്റെ ഉപദേശത്തോടെ, അങ്ങനെയുള്ള ആലിമീങ്ങളുടെ മഹാന്മാരുടെ പൊരുത്തത്തോടെ പോയി 19 സെന്റ് സ്ഥലം കടം വാങ്ങിയിട്ട് 19 സെന്റ് സ്ഥലം സംഘടിപ്പിച്ചു. അവിടെ ഓലശെഡ് കെട്ടി മദ്രസ തുടങ്ങി, ഓലശെഡിൽ ജുമഅ തുടങ്ങി, ഓലശെഡിൽ ദർസ് തുടങ്ങി. ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തപ്പോൾ കിതാബ് എടുത്തിട്ട് ഞാനും കുട്ടികളൊക്കെ ഓടുന്നത് നിങ്ങൾക്ക് CD-യിൽ കാണാം. സിറാജിലുള്ള ചരിത്രവും വർത്തമാനവും എന്ന CD നിങ്ങളൊക്കെ കണ്ടു നോക്കണം. ഓലശെഡിൽ വെച്ച് ഖുത്ബ ഓതുന്നത് നിങ്ങൾക്ക് കാണാം. ഓലശെഡിൽ വെച്ച് തന്നെ ദർസ് നടത്തുന്നതും മദ്രസ നടത്തുന്നതും കാണാം. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 20 വർഷത്തിനിടയിൽ 54 പള്ളി അല്ലാഹു ഉണ്ടാക്കാൻ അവസരം തന്നു. 25 മദ്രസ ഉണ്ടാക്കാൻ അല്ലാഹു അവസരം തന്നു. അതിന്റെ പുറമെ അൽഹംദുലില്ലാഹ് ഉറുദുക്കാരായ ഹരിയാനയിലും ഗുജറാത്തിലുമൊക്കെയുള്ള ചെറിയ മക്കൾ ഉറുദു ഭാഷയിൽ അവർക്ക് ദീന് പഠിപ്പിക്കുന്നു. ഉറുദു കോളേജ്, അതിന് ഹനഫി മദ്ഹബുകാരായ ധാരാളം പണ്ഡിതന്മാർ അവിടെ ദർസ് നടത്തുന്നു. ശരീഅത്ത് കോളേജിൽ അൽഹംദുലില്ലാഹ് ഹനഫി ശാഫി മദ്ഹബുകാരായ പണ്ഡിതന്മാർ ശരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തുന്നു. തമിഴ്നാട്ടുകാരായ കുട്ടികൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട് അവിടെ. കർണാടകക്കാർ പഠിക്കുന്നുണ്ട്, ലക്ഷദ്വീപുകാർ പഠിക്കുന്നുണ്ട്, കേരളത്തിലെ 100 കണക്കിന് കുട്ടികൾ വേറെ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ദേവാ കോളേജിൽ PG എടുക്കുന്നു, അതോടുകൂടെ പണ്ഡിതന്മാരാകുന്നു. വനിതാ കോളേജ് അപ്പുറത്ത് പ്രവർത്തിക്കുന്നു, ഇപ്പുറത്ത് സയൻസ് കോളേജ് ആരംഭിച്ചിരിക്കുന്നു. 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടക്കുന്നു. 8 സ്കൂളിലും യതീം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠനം കൊടുക്കുന്നു. അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. അഗതികളായ ധാരാളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നു. 600 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നു. 8000-ഓളം കുട്ടികൾ മൊത്തത്തിൽ പഠിക്കുന്നു. അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ 20 കൊല്ലത്തിലേക്ക് തന്നു. ഇതൊന്നും എന്റെ കഴിവല്ല. ഗസാലി ഇമാം പറഞ്ഞു, പെന്ന് കൊണ്ട് ഒരാൾ ഇങ്ങനെ എഴുതുമ്പോ നിബ് കൊണ്ടാണ് എഴുതുന്നത്. ഉറുമ്പ് വിചാരിക്കുന്ന നിബാണ് എഴുതുന്നത് നിബല്ല. നിബിന്റെ പിന്നിൽ പെണ്ണുണ്ട്, പെണ്ണിന്റെ പിന്നിൽ കൈയുണ്ട്, കൈന്റെ പിന്നിൽ ശരീരമുണ്ട്, മനുഷ്യരുണ്ട്, അതിന്റെ ഒക്കെ പിന്നെ അള്ളാഹ് ഉണ്ട്. ഞാൻ നിബാണ്, എഴുതിയത് നിബല്ല. എഴുതുന്നതിന്റെ പിന്നെ അള്ളാഹുവാണ്. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, വലിയവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു അക്ബർ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ നിഅമത്ത് ചെയ്തു. ഇവിടെ വന്നപ്പോ നേരത്തെ സലീം സിറാജ് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടു. ഇവിടുത്തുകാരനായ തമിഴ്നാട്ടുകാരനായ ഒരാള് 1-2 ലക്ഷം ഉറുപ്പിക അയാൾക്ക് ഒരു നിരക്കും തിരിച്ചു കിട്ടൂല എന്ന് വിചാരിച്ചതാണ്. നമ്മുടെ മഖ്ബൂൽ ഹാജി അദ്ദേഹത്തോട് പറഞ്ഞു സിറാജുലേക്ക് നേർച്ചയാക്കാൻ. അയാൾക്ക് സിറാജുൽ ഇതൊന്നും അറിയില്ല. 250 ഉറുപ്പിക മഖ്ബൂൽ ഹാജിന്റെ നേർച്ചയാക്കി. അൽഹംദുലില്ലാഹ് ഒരാഴ്ചക്കകം പൈസ എത്തി. അദ്ദേഹം ഈ സദസ്സിനോട് ഇതുവരെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനത്തെ എത്ര അത്ഭുതങ്ങൾ അല്ലാഹു തആല തന്നു ആ സ്ഥാപനത്തിന്. എനിക്കറിയാം, കാസർകോട്ടുകാരൻ അബ്ദുൽ കരീം ഉണ്ട്. അയാളെ അനുജന് കസബില് ഈ ഒമാനില് ജോലിയാണ്, ബിസിനസ്സാണ്. വലിയൊരു എമൗണ്ട് ഒരു അറബിക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്തതാ. അറബിക് വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്ത് വൈകുന്നേരം പൈസ ഒത്തിച്ചേരാന്ന് പറഞ്ഞ അറബിയുമില്ല, വിസിറ്റിംഗ് കാർഡുമില്ല, ആളുമില്ല, ഫോൺ ചെയ്തൊക്കെ എടുക്കുന്നില്ല. അല്ലാതെ വിഷമിച്ചു പോയി. അബ്ദുൽ കരീമിനെ വിളിച്ച് പറഞ്ഞു, അബ്ദുൽ കരീമിന്റെ ഉമ്മക്ക് വലിയ അസുഖം ഉണ്ടായിട്ട് 5000 രൂപ നേർച്ചയാക്കി. ക്യാൻസർ രോഗം മറ്റങ്ങനത്തെ വലിയ എന്തോ രോഗമായിരുന്നു. അൽഹംദുലില്ലാഹ് മാറിപ്പോയതാണ്. അബ്ദുൽ കരീം പറഞ്ഞു സിറാജിലേക്ക് നേർച്ചയാക്കി. തലേന്ന് രാത്രി നേർച്ചയാക്കി. രാവിലെ സുബഹിക്ക് ഇയാൾ ഉറക്ക് കഴിഞ്ഞ് വരുമ്പോണ്ട് ഈ അറബി ബർസോണ്ട് വരുന്നു. പൈസ മുഴുവനും കേട്ടു ഒറ്റരാൾ ദിവസം കൊണ്ട്. അങ്ങനത്തെ 1000 അത്ഭുതങ്ങൾ അല്ലാഹു ആ സ്ഥാപനത്തിനൊന്നും വെറുതെ തന്നതല്ല, അത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ നാദാപുരത്ത് ഒരു മൗലവിന്റെ ഇടയ്ക്ക് വന്ന് പാട്ടുപാടുന്നൊരു മൗലവി 10 മാസം മുമ്പ് വന്ന് പാട്ടുപാടിപ്പോയി. ഇപ്പൊ 2ാമത് വന്ന് പാട്ടുപാടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 7-ാം തീയതി 8-ാം തീയതി ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മൗലവി എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഏത് സാധിച്ചാലും എനിക്ക് നേർച്ച പൈസ ഇങ്ങനെ കൊടുത്തു ആൾക്കാർ സിറാജുലേക്ക് നേർച്ച കൊടുത്തു. അങ്ങനെ എനിക്ക് നേർച്ച പൈസ കൊണ്ടത്തിന് കീശയിലിടാൻ വേണ്ടി പറയുന്നത് ഈ മൗലവി എന്ത് ചെയ്തു കാണിച്ചു കൊടുത്തു. സ്പീഡിയിലെടുത്തിട്ട് ആള് സ്ക്രീനിൽ കണ്ടോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അയാൾക്ക് കീശയെ പൈസ ഇടാൻ പറയാതെ തന്നെ. പിന്നെ പൈസ വരുമ്പോ പിന്നെ ആ കണ്ണിൽ സുർമടാനാ പറയണ്ടി. എന്തിന് സിറാജുലേക്ക് കിട്ടുന്നത് മുടക്കാനെടുത്ത പണിയാ. അൽഹംദുലില്ലാഹ് വലിയ ഹൈറായി പോയി.
അയാൾ വരുമ്പോ 2 ലക്ഷം റുപ്യ മാസത്തിൽ നേർച്ച തരണ്ടായിരുന്നു. അയാൾ 7 പ്രാവശ്യം വന്നപ്പോ അൽഹംദുലില്ലാഹ് ഇപ്പോ 7 ലക്ഷം റുപ്യ മാസത്തിൽ നേർച്ച കിട്ടുന്നുണ്ട്. 8ാമത്തെ പ്രാവശ്യം വന്നുകൊണ്ട് ഇനി അത് 8ആവും ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. സുന്നികളും അല്ലാത്തവരൊക്കെ നേർച്ചയാക്കുന്നുണ്ട്. ഇപ്പൊ സുന്നി അല്ലാത്തവർ നേർച്ചയാക്കി ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. പലർക്കും വലിയ പലവ് വന്നു കൊടുത്തിട്ടുണ്ട്. ചിലർ നേർച്ചയാക്കിയിട്ട് സുന്നി ആയവരുണ്ട്, ഖത്തറിലുണ്ട്, അതുപോലെ ദുബായിലുണ്ട്, നേർച്ചയാക്കിയിട്ട് സുന്നി ആയവര്. അങ്ങനെ അല്ലാഹു വലിയ ബർക്കത്ത് ആ സ്ഥാപനത്തിന് തന്നു. ഞാൻ പറഞ്ഞത് ആ സ്ഥാപനത്തിന്റെ 20ാം വാർഷിക സമ്മേളനത്തിന് ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്തും. അതിന് മുമ്പ് പറയാണ്, എല്ലാവരും വരണം സമ്മേളനത്തിൽ എന്ന് എന്നെ പറയാ. കാരണം അതിന് വിഷയമൊന്നും വേണ്ടല്ലോ, മദ്രാസിൽ നിന്ന് വരാന്. ദുബായിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞ വരാൻ പറ്റുന്നവർ വരണമെന്നാ. ഇവിടെ അങ്ങനെ കഫീലിനെ പേടിക്കേണ്ട ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും വരണം. പ്രത്യേകിച്ച് ഞാൻ പറയാണ്, സമ്മേളനത്തിന് ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റ് അല്ലെ 2 കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിട്ട് ഒന്നായിട്ട് വരിക. അത് സംഘടിപ്പിക്കാൻ നമ്മൾ ഇവിടെയുള്ള CSOന്റെ പ്രവർത്തകന്മാര് അതിന് തയ്യാറാകുക. അപ്പൊ എല്ലാവരും അതിനൊക്കെ പങ്കെടുക്കും അല്ലേ? ഒരു ടിക്കറ്റ് എടുക്കാൻ കാത്തുന്നത് അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനെ എല്ലാവരും സമ്മേളനത്തിൽ വരണം. അത് വലിയൊരു സന്തോഷമാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു തആല വലിയ നിഅമത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു സ്ഥലത്ത് പോയി സിറാജുലിനെ പറ്റി കൂടുതൽ പ്രസംഗിക്കാന്നില്ല. കാരണം അത് പറയേണ്ടതില്ല. അല്ലാഹു തആലയാണ് നോക്കുന്നവൻ, ഞാനല്ല. എനിക്കതിലൊരു അധികാരവുമില്ല. എനിക്കൊന്നും കൊടുക്കാനും കഴിയില്ല. 21 കൊല്ലമായിട്ട് കുട്ടിയില്ലാത്ത അബ്ദുറഹീം പുല്ലൂക്കര എന്നോട് കുട്ടികളില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ദിക്ർ എഴുതി കൊടുത്തു. അൽഹംദുലില്ലാഹ് അതോടുകൂടി തന്നെ അയാൾ നേർച്ചയാക്കി. ഇപ്പൊ അയാളെ ഭാര്യ ഗർഭിണിയാണ്. കഴിഞ്ഞ റമദാനിൽ ദുബായിൽ പോയപ്പോ അബുദാബിയിൽ എന്നോട് പറഞ്ഞു, എനിക്ക് കൊടുക്കാൻ കഴിയും. എനിക്ക് ഒരൊറ്റ കുട്ടീനെ കൊടുക്കാൻ കഴിയും. എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയും. ആർക്കെങ്കിലും കഴിയും. അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അപ്പൊ അല്ലാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവരും കൊടുക്കുന്നവരും തടയുന്നവരും. ആ ഉറപ്പിന്റെ മേലെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് സിറാജുൽ ഹുദയെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല. അല്ലാഹു വലിയ നിഅമത്ത് അതിന് തന്നിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യം ശരിയാകേണ്ടതുണ്ട്. സിറാജുൽ ഹുദയ്ക്ക് വരുമാനങ്ങളൊന്നുമില്ല. നേർച്ച പൈസ ഒരു വരുമാനമായിട്ട് പറയാൻ പറ്റുമോ? അതേസമയം ഒന്നും വരുമാനത്തിന് വകുപ്പില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് വരുമാനത്തിന് ഉണ്ടാക്കണം വെച്ചു. കാരണം 20 ലക്ഷം ഉറുപ്പിക സിറാജുൽ ഹുദയുടെ ദൈനംദിന പ്രവർത്തനത്തിന് മാസത്തേക്ക് ചെലവിന് വേണം. ഞാൻ 7 ലക്ഷം രൂപ നേർച്ചിട്ട് വിചാരിച്ചോണ്ട് എന്റെ കീശയെ പൈസ കെട്ടിക്കിടക്കുന്നു ആരും വിചാരിക്കണ്ട. 20 ലക്ഷം റുപ്യ ചെലവിന് വേണം. 600ഓളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. 600ഓളം സ്റ്റാഫ് ഉണ്ട്. അവർക്ക് ഭക്ഷണവും ശമ്പളവും കൊടുക്കണം. അൽഹംദുലില്ലാഹ് എനിക്ക് അല്ലാഹു വലിയ നിഅമത്ത് ചെയ്തിട്ടുണ്ട്. 5 പൈസ ഇന്ന് വരെ ഞാൻ ശമ്പളം പറ്റിയിട്ടില്ല. എനിക്ക് അല്ലാഹു ഒരു വിഷമോട്ട് തന്നിട്ടില്ല. എനിക്ക് യാത്ര പോകാൻ വേണ്ടി ഇപ്പൊ അടുത്ത് ഒരാൾ ഏറ്റവും നല്ലൊരു വണ്ടി സ്വന്തത്തിൽ ഒരാൾ വാങ്ങിത്തന്നു. മലപ്പുറം ജില്ലക്കാരൻ. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് വാഹനം കൊടുക്കട്ടെ. സ്വന്തം വാങ്ങി തന്നു. എനിക്കൊരു പ്രയാസവും അല്ലാഹു തആല തന്നിട്ടില്ല. ഞാൻ 5 പൈസ വരെ ശമ്പളവും പറ്റിയിട്ടില്ല. എനിക്ക് അല്ലാഹു നല്ല നിയമത്തിൽ ഇരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ബറക്കത്തുള്ള സ്ഥാപനമാണ് സിറാജുൽ ഹുദ. അതിന് ഒരു സ്ഥിര വരുമാനത്തിന് ചെറിയ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 10 കോടി ഉറുപ്പിയുടെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 10 കോടി ഉറുപ്പികയുടെ പരിപാടി. 10 കോടി ഉറുപ്പിക വലിയ വരുമാനമൊന്നും കിട്ടൂല. 20 ലക്ഷം ഒന്നും ഉണ്ടാവില്ല. എന്നാലും ചെറിയത് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അതിന് കുറ്റ്യാടിയിൽ തന്നെ 70 സെന്റ് സ്ഥലം ടൗണിന്റെ ഹൃദയഭാഗത്ത്, 1 സെന്റിന് 3.5 ലക്ഷം ഉറുപ്പിക ആവറേജ് വരുന്ന സ്ഥലം. ഇന്ന് വിറ്റാൽ അതിന് 10 ലക്ഷം കിട്ടും. ഞാൻ കുറച്ചു മുമ്പ് അഡ്വാൻസ് കൊടുത്തതാണ്. 70 സെന്റ് സ്ഥലം അൽഹംദുലില്ലാഹ് 40 സെന്റോളം ഓരോരുത്തർ പറഞ്ഞ് 1 സെന്റ് 2 സെന്റ് 3 സെന്റ് ഒക്കെ പറഞ്ഞ് ഇപ്പോൾ 40 സെന്റോളം ആയിട്ടുണ്ട്. അത് പൂർത്തീകരിക്കണം. ഇപ്പൊ നിങ്ങളോട് വാങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ നിങ്ങളോട് അത് വിജയിക്കാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സഹോദരന്മാരെ, നിങ്ങളോടൊക്കെ പറയട്ടെ, ആ സ്ഥാപനത്തിന് നിങ്ങളുടെയൊക്കെ സഹകരണങ്ങളും സഹായങ്ങളും എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. അവിടെയാണ് മനുഷ്യന്റെ സമാധാനം. ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തും. എനിക്ക് എന്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് കുറേ വിഷയങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നീട്ടി പറയാൻ സമയം ഇല്ല, സൗകര്യം ഇല്ല. എന്റെ കുട്ടികളോട് പറയട്ടെ, നിങ്ങൾ സമാധാനത്തോടെ നിങ്ങൾക്ക് ഭാവി ജീവിതം വേണം. സമാധാനത്തോടെ നിങ്ങൾക്ക് ഭാവി ജീവിതം വേണം. അതിനാവശ്യമായ മുഴുവൻ നിർദ്ദേശങ്ങളും ഖുർആൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കണം, സ്വീകരിക്കണം. ഒരിക്കലും തീവ്രവാദങ്ങളിലേക്കും ഭീകരവാദങ്ങളിലേക്കും വർഗീയവാദത്തിലേക്കും നമ്മൾ പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ, ലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ, വർഗീയതയിലായി മരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഒരിക്കലും വർഗീയ മനസ്ഥിതി നമുക്കുണ്ടാകരുത്. പിന്നെയോ
റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ വസ്തറാ അബിത്തവാ. പടച്ചവന്റെ റഹ്മത്ത് കിട്ടുന്ന ജനം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ് റഹിമല്ലാഹു റജുലൻ, ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്തിരിക്കുന്നു, റഹ്മത്ത് ചെയ്യട്ടെ. ആരാണ്? സംഹൻ, വിട്ടുവീഴ്ച മനസ്സിരിക്കാരനാണ്. തീവ്രവാദിയല്ല, കടുംപിടുത്തക്കാരനല്ല, വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ള മനുഷ്യൻ. അതെ, ഇദാ ബാഅ, വിൽക്കുമ്പോൾ വിട്ടുവീഴ്ച. അതേ, ഒരു സാധനം വിൽക്കുമ്പോൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. വസ്തറ, ഒരു സാധനം വാങ്ങുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. അവകാശം ചോദിച്ച് വാങ്ങുമ്പോൾ വിട്ടുവീഴ്ചയുള്ളവൻ. തീവ്രവാദ ശൈലി, വിട്ടുവീഴ്ചയില്ലാത്ത ശൈലി നമുക്കുണ്ടാകാൻ പാടില്ല. ഖുർആൻ പിന്നെയും നമ്മളെ പരിചയപ്പെടുന്നത് കണ്ടോ? അതേ, കദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസ്. നിങ്ങളെ മധ്യ നിലവാരമുള്ള സമുദായമാക്കിയിരിക്കുന്നു, നിങ്ങളെ തീവ്രവാദികളാക്കിയിട്ടില്ല. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് മധ്യ നിലവാരമാണ്. എല്ലാ വിഷയത്തിലും വേണമത്. എത്രത്തോളം? ലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് പോലും തീരെ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവനാകരുത്, ഉള്ളത് മുഴുവനും കൊടുത്ത് തീർക്കുന്നവനാകരുത്. മിതത്വം പാലിച്ചുകൊണ്ടേ എവിടെയും ജീവിക്കാവൂ. എല്ലാ വിഷയത്തിലും മിതത്വം വേണം. തീവ്രത ഒരു വിഷയത്തിലും പാടില്ല. അതിരുവരമ്പുകൾ ഒരു സ്ഥലത്തും ലംഘിക്കാൻ പാടില്ല. ഓ ചെറുപ്പക്കാരെ, നിങ്ങളോട് പറയട്ടെ, വല്ലാത്തൊരു വേദനയുള്ള കാലമാണിത്. പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കുന്നത് പച്ച ഹറാമാണ്. നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ പത്രങ്ങളിലൊക്കെ കാണുന്ന ഒരു വാചകം, ഞാൻ ആ വാചകം എന്റെ നാവ് കൊണ്ട് പറയാറില്ല, എന്തോ ഒരു ജിഹാദ് എന്ന് പത്രങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എങ്ങനെ അങ്ങനെ ഒരു ചർച്ച തന്നെ വന്നു? വേദനയോടെ പറയുകയാണ്. അതാ, ഒരു അമുസ്ലിം പെണ്ണിന്റെ മുഖത്തേക്ക് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ നോക്കിയാൽ, ഒരു മുസ്ലിം പെണ്ണിനെ ഒരു അമുസ്ലിം സഹോദരൻ പ്രേമിച്ചാൽ, അങ്ങനെ നടക്കുന്നുണ്ട് പല സ്ഥലത്തും. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന എത്രയോ തീവ്രവാദികൾ അമുസ്ലിം സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അമുസ്ലിം സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന മുസ്ലിമിന്റെ പേരുള്ളവരും ഉണ്ടായിട്ടുണ്ടാകാം അല്പമെങ്ങാനും. എന്നാൽ ഞാൻ പറയട്ടെ, ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരിയായ പെണ്ണിനെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൂട്ടിക്കൊണ്ടുപോയി, വ്യഭിചാരം നടത്താൻ കൂട്ടിക്കൊണ്ടുപോയി. 4-5 ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ ആ ചെറുപ്പക്കാരന് അകമ്പടി സേവിക്കാൻ കുറെ ചെറുപ്പക്കാർ മോട്ടോർ ബൈക്കുമായി പിന്നാലെ നടന്നാൽ, മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടെന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ, കോടതി തെറ്റിദ്ധരിക്കാൻ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാര് തെറ്റിദ്ധരിക്കാൻ കാരണമായില്ലേ? ചോദിക്കട്ടെ, വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കാൻ പറ്റുമോ? ഒരു അമുസ്ലിം പെണ്ണിനെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇസ്ലാമിന്റെ വിധി എന്താണ്? കടുത്ത ഹറാമല്ലേ? കടുത്ത ഹറാമല്ലേ? മുസ്ലിം പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയാലും ഹറാമല്ലേ? അൽ ഐനാനി സിനാഹുമൻ നദറു, 2 കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കാതിന്റെ വ്യഭിചാരമാണ് കേൾവി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കയ്യിന്റെ വ്യഭിചാരമാണ് അന്യ പെണ്ണിനെ സ്പർശിക്കലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ചോദിക്കട്ടെ, ഒരു മുസ്ലിമോ അമുസ്ലിമോ ആയ ഒരു പെണ്ണിന്റെ ചിത്രം മൊബൈൽ ഫോണിൽ പിടിച്ചു വെച്ചിട്ട് അതിങ്ങനെ എടുത്തു നോക്കുന്ന നിലയ്ക്ക് തെമ്മാടിത്തം മുസ്ലിം ചെറുപ്പക്കാരന്റെ മനസ്സിൽ കടന്നുകൂടിയാൽ, മുസ്ലിമോ ആയ പെണ്ണിനെ ടെലിഫോണിലൂടെ സംസാരിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങിയാൽ, ഒരമുസ്ലിമായ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന രംഗം വന്നാൽ, ചോദിക്കട്ടെ, ഇവൻ വ്യഭിചാരിയല്ലേ? കണ്ണ് അവനെ നോക്കിയ ഓരോ കാഴ്ചയും വ്യഭിചാരമല്ലേ? കാതുകൊണ്ട് കേട്ടത് മുഴുവനും വ്യഭിചാരമല്ലേ? അവളെ ശബ്ദം കേട്ട് രസിച്ചത് വ്യഭിചാരമല്ലേ? അവളെ മുഖത്ത് നോക്കിയത് വ്യഭിചാരമല്ലേ? അവളെ സ്പർശിച്ചത് വ്യഭിചാരമല്ലേ? അവനും അവളും തനിച്ചൊരു റൂമിൽ ഒരുമിച്ച് കൂടിയത് ശൈത്താനിന്റെ കൂടെയല്ലേ? അല്ലാഹുവിന്റെ റസൂല് അന്യപെണ്ണും അന്യപുരുഷരും ഒരു റൂമിൽ ഒരുമിച്ച് കൂടിയാൽ അവിടെ ശൈത്താനുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ? എന്നിട്ടോ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തിക്കൊണ്ടൊരു മതപ്രബോധനമുണ്ടെന്ന് ഇവിടെ പത്രങ്ങൾ എഴുതിയെങ്കിൽ ചോദിക്കട്ടെ, വ്യഭിചാരത്തിലൂടെ ഒരു പ്രബോധനമുണ്ടോ? കല്ലുകുടിയിലൂടെ ഇസ്ലാമിക ദേവത്തുണ്ടോ? വ്യഭിചാരത്തിലൂടെ ഒരു ദേവത്തുണ്ടോ? ഉണ്ടെന്ന് വിശ്വസിച്ചാൽ
വ്യഭിചാരത്തിലൂടെ ഒരു ഇസ്ലാമിക ദഅവത്തുണ്ടെന്ന് വിശ്വസിച്ചാൽ, കള്ളുകുടിയിലൂടെ ഒരു ഇസ്ലാമിക പ്രബോധനമുണ്ടെന്ന് വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്നവൻ ഇസ്ലാമെന്ന് പുറത്തു പോകലല്ലേ അതിന്റെ ഫലം? മറ്റൊരാൾ ഇസ്ലാമിലേക്ക് വരലല്ല, അത് വിശ്വസിച്ചവൻ ഇസ്ലാമെന്ന് പുറത്തു പോകലല്ലേ അതിന്റെ ഫലം? ഇസ്ലാം എന്നത് തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുന്ന മതമാണോ? അതുകൊണ്ട് തന്നെ മുസ്ലിം ചെറുപ്പക്കാരാ, ഒരന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുന്ന ജീവിതം നിനക്ക് വേണ്ട. അതേപോലെ മുശ്രിക്കത്തായ ഒരു പെണ്ണിനെക്കാൾ എത്രയോ ഖൈർ അടിമപ്പെണ്ണാണെന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നെ എങ്ങനെയാ മുസ്ലിം പെണ്ണിനെ മുസ്ലിം ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ടുപോയി വ്യഭിചാരം നടത്താൻ, പ്രേമിക്കാൻ, പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ ഇസ്ലാമിൽ എവിടുന്നാണ് വകുപ്പ്? ഇനിയും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓ മുസ്ലിം സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, എന്തൊരു കാലഘട്ടമാണിത്! ബാപ്പയും ഉമ്മയും നമ്മളെ പോറ്റി വളർത്തിയത് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ്. പക്ഷേ ബാപ്പ അറിയാതെ ഇവനൊരു അമുസ്ലിം പെണ്ണിനെ പ്രേമിച്ചു, അല്ലെങ്കിൽ ഒരു മുസ്ലിം പെണ്ണിനെ പ്രേമിച്ചു. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, കുട്ടിക്കാലം മുതലേ ചെറിയ കുഞ്ഞുമോനെ പോറ്റിയെടുക്കുന്ന ഉമ്മ, കുഞ്ഞുമോനെ പോറ്റിയെടുക്കുന്ന ബാപ്പ, ഈ കുട്ടി വലുതായി ബിസിനസ് ഒക്കെ തുടങ്ങി, പഠനങ്ങളൊക്കെ കഴിഞ്ഞ്, ഡിഗ്രിയൊക്കെ എടുത്ത്, ഇവനൊരു വിവാഹം നടത്തുന്ന സന്തോഷത്തിൽ പങ്കെടുത്ത് മരിക്കണമെന്ന് ചിന്തിക്കുന്ന ബാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോൾ, അതാ വിവരം കെട്ട ചില ചെറുപ്പക്കാർ അതാ ഏതോ ഒരു പെണ്ണിന്റെ കയ്യും പിടിച്ചിട്ട് കോടതിയിലേക്ക് വരുന്നത് കാണുന്നു. ജനസമക്ഷം പ്രത്യക്ഷപ്പെടുന്നു, പത്രക്കാരെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ബാപ്പന്റെ മനസ്സ് പൊട്ടിത്തെറിക്കുന്നു, ഉമ്മ മനസ്സ് വേദനിക്കുന്നു. ചോദിക്കട്ടെ, പഴയ കാലത്ത് കല്യാണം കഴിച്ചല് തന്നെ ബാപ്പയും ഉമ്മയും നിർബന്ധിച്ചിട്ടാണ്. എന്നാൽ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് കല്യാണം കഴിക്കുമ്പോ അവരാണ് വിവാഹം മുഴുവനും നിശ്ചയിച്ച് നടപ്പാക്കുന്നതെങ്കിലും ആ സമയത്ത് നിക്കാഹിന് മുമ്പ് ബാപ്പനോടൊന്ന് സമ്മതമെടുത്തു, ഉമ്മാമാനോട് സമ്മതമെടുത്തു, ഉപ്പാപ്പാരോട് സമ്മതമെടുത്തു, അമ്മാമനോട് സമ്മതമെടുത്തു, എന്നിട്ടേ നിക്കാഹിനിരിക്കൂ. അത്ര അതവ് കാണിച്ചിരുന്ന നമ്മുടെ സമുദായം, ഞാൻ പറയട്ടെ, എവിടെയെങ്കിലും വിദേശത്ത് പോയി പഠിക്കുമ്പോ, മദ്രാസിൽ വന്ന് പഠിക്കുമ്പോ, അമേരിക്കയിൽ പോയി പഠിക്കുമ്പോ, ഏതോ പഠിക്കുമ്പോൾ കണ്ട ഏതോ ഒരു പെണ്ണിനെ ഇവനങ്ങ് തെരഞ്ഞെടുത്തു. പിന്നെ ബാപ്പന്റെ സമ്മതം വേണ്ട, ഉമ്മന്റെ സമ്മതം വേണ്ട, പിന്നെ ഈ പെണ്ണിനെ കൂട്ടി നടക്കുകയാണ് ഇവൻ. ചോദിക്കട്ടെ, ഇത്ര നന്ദി കെട്ടൊരു മനുഷ്യൻ ലോകത്ത് വേറെയുണ്ടോ? സ്വന്തം ബാപ്പന്റെ താല്പര്യം നോക്കാതെ, ഉമ്മന്റെ താല്പര്യം നോക്കാതെ, കുടുംബത്തിന്റെ മാന്യത നോക്കാതെ, അവരെ തറവാട്ടിന്റെ യോഗ്യത നോക്കാതെ, അതുപോലെ തന്നെ അവരെ സാമ്പത്തിക ശേഷി നോക്കാതെ, ഏതോ ഒരു പെണ്ണിനെ വികാര ശമനത്തിന് വേണ്ടി റോട്ടും വന്ന് തെരഞ്ഞെടുക്കുന്ന നീയും കാണുന്ന പെടക്കോഴിന്റെ പിന്നാലെ ഓടുന്ന പൂവൻകോഴിയും നമ്മളെ വ്യത്യാസം എന്താ ചെറുപ്പക്കാരാ? ചോദിക്കട്ടെ, കാണുന്ന കന്നുകാലിയുടെ പിന്നാലെ പോകുന്ന കാളയും നീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വന്തം ബാപ്പയോടൊരു ചോദ്യമില്ലാതെ, സ്വന്തം ഉമ്മാന്റെ പൊരുത്തമില്ലാതെ കാണുന്ന പെണ്ണിന്റെ പിന്നാലെ പോകേണ്ട ഗതികേട് മുസ്ലിം സമുദായത്തിലുള്ള ചെറുപ്പക്കാർക്കുണ്ടോ? അതുകൊണ്ട് തന്നെ പറയട്ടെ, എല്ലാ ബറക്കത്തും നശിച്ചു പോയി കേട്ടോ, എല്ലാ നന്മയും ചോർന്നു പോയി കേട്ടോ, എല്ലാ ഇസ്സത്തും പോയി കേട്ടോ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അല്ലാഹുവിനല്ലേ, റസൂലുള്ളാഹിക്കല്ലേ, മുഅ്മിനീങ്ങൾക്കല്ലേ. അതിന് മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ തയ്യാറാകണ്ടേ? ഈമാൻ ഇസ്ലാം കൈയൊഴിച്ചുകൊണ്ടുള്ള ജീവിതം, അതല്ലേ നമ്മുടെ സമുദായത്തിന് സർവ്വ മാനക്കേടും വലിച്ചുകൊണ്ടുവന്നത്. ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, എന്താണ് യാതൊരു മടിയില്ല. നാളൊരാൾ ഉസ്താദേ എത്ര പൈസ നേർച്ച വേണമെങ്കിലും തരാ, ദ്വാരക്കണം. എന്താണ്? എന്റെ മകളിപ്പ് എന്റെ കൂടെ ഇല്ല, മകള് വേറൊരുത്തന്റെ കൂടെ കൈയാണ് ഒരു സ്ഥലത്ത്. ഞാൻ ചോദിച്ചു, അവനൊക്കെ നിക്കാഹ് ചെയ്ത് എടുത്തോടെ, നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ കഴിഞ്ഞല്ലോ. ഉസ്താദ് ഒരു നിലക്കും നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ട കള്ളൂടിയനാണ്. പക്ഷേ അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. എത്ര എത്ര വീട്ടുകാരാ സങ്കടം പറയുന്നത്? നമ്മുടെ ചെറുപ്പക്കാർക്ക് ബാപ്പ ഉമ്മ എന്ന ഒരു ചിന്ത പോലുമില്ലാതെ വളരുന്നു, അതവും ഗുരുത്വമില്ലാതെ വളരുന്നു. സുബ്ഹാനല്ലാഹ്, ഞാനൊക്കെ എന്റെ ബാപ്പ ഒരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ നിലത്ത് മാത്രമേ ഇരിക്കാതെ, കസേര ഇരിക്കൂല, നേരത്തെ ഇരിക്കുള്ളൂ. പേടിയാ, ഇരിക്കാൻ ഭയങ്കര പേടിയാ, നേരത്തെ ഇരിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഞാൻ കസേര വിളിക്കുമ്പോ എന്റെ മകൻ വന്നിട്ട് എന്റെ മുന്നിൽ തന്നെ അവിടെ ഇരിക്കും. അങ്ങനത്തെ ഒരു കാലം, ഒരു വിഷമല്ല, യാതൊരു ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു കാലമായി പോയി. ഒരതവും ഗുരുത്വമില്ല. ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കണമെന്നുള്ള ബോധമില്ല, ബാപ്പ പറഞ്ഞാൽ അനുസരിക്കണമെന്ന് ബോധമില്ല. ഇങ്ങനത്തെ ഒരു മക്കൾ വളരാൻ പറ്റുമോ?
അതുകൊണ്ട് തന്നെ മക്കൾക്ക് വെറും ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചാ പോരാ, വെറും ഭൗതിക വിദ്യാഭ്യാസം കൊടുത്താ പോരാ. മക്കളെ മക്കളായി കിട്ടണോ? ഭൗതിക വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കണം. അതിനാ നമ്മളെ സ്ഥാപനങ്ങൾ. നമ്മൾ മർക്കസ് സഖാഫത്തി സുന്നിയ, ഞാൻ അവിടെ 3 കൊല്ലം പഠിച്ചവനാണ്. മർക്കസ് സഖാഫത്തി സുന്നിയ, ജാമിഅ അസ്ഹരിയ, അതുപോലെ മജ്ലിസ് സഖാഫത്തി ഇസ്ലാമിയ, അതുപോലെ നമ്മുടെ മജ്മഅകൾ, മഖറുകൾ, നമ്മുടെ ധാരാളം സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. സിറാജുൽ ഹുദ അതിലൊന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്ഥാപനങ്ങളൊക്കെ 2 വിദ്യാഭ്യാസവും കൊടുത്ത് വളർത്താൻ വേണ്ടിയാണ്. അതവും ഗുരുത്വവുമുള്ള മക്കൾ വളരണം. 2 വിദ്യാഭ്യാസവും ലഭിക്കണം. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും നന്മ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഓ മുസ്ലിമീങ്ങളെ, ആത്മീയ ചിന്തയുള്ള ഭൗതിക വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാര് വേണം, എഞ്ചിനീയർമാര് വേണം, വക്കീലന്മാര് വേണം. വെറും ഭൗതിക ചിന്ത മാത്രം പോരാ, ആത്മീയ ചിന്ത കൂടിക്കലർന്നവർ വേണം. അതുപോലെ തന്നെ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ആത്മീയ ചിന്ത വളർത്താൻ വേണ്ടി ആത്മീയ ചിന്തയുള്ളവരുമായി സഹകരിക്കണം, അവരുമായി ബന്ധപ്പെടണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. لأنهم في وجوه الأرض يقماروا مع الكنيف إذا ما سال مختلطا بماء نهر فزالت منه أقدار. അതേ ടൗണിലുള്ള ഡ്രെയിനേജിലൂടെ ഒലിച്ചു പോകുന്ന അഴുക്കുചാലിലെ വെള്ളം അത് പുഴയിലുള്ള ശുദ്ധവെള്ളത്തിന്റെ കൂടെ ഒലിക്കാൻ തുടങ്ങിയാൽ അഴുക്കുചാലിലെ വെള്ളം ശുദ്ധജലമായി മാറുന്നത് പോലെ മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ ആത്മീയ ബോധമുള്ള പണ്ഡിതന്മാരുടെ കൂടെ ഇടകലർന്ന് ജീവിച്ചാൽ, തെക്കുവയുള്ളവരുടെ കൂടെ ഇടകലർന്ന് ജീവിച്ചാൽ അഴുക്കുചാലിലെ വെള്ളം ശുദ്ധജലമാകുന്നത് പോലെ മനുഷ്യൻ സംസ്കരിക്കപ്പെടും. അങ്ങനെ സംസ്കരിക്കപ്പെട്ട ഒരു വിഭാഗമായി നമ്മുടെ സമുദായം ഉയരണം, വളരണം. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് CSO നടത്തുന്നത്, അതുപോലെ മർക്കസ് നടത്തുന്നത്, സിറാജുൽ ഹുദ നടത്തുന്നത്. അല്ലാഹു നമ്മുടെ പ്രവർത്തന രംഗത്ത് നമുക്കെല്ലാം വിജയവും സഹായവും നൽകട്ടെ. റബ്ബേ, ഞങ്ങളെ പ്രവർത്തനങ്ങൾ നീ പൊരുത്തപ്പെട്ട അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ദിക്ർ ചൊല്ലി സലാത്ത് ചൊല്ലി പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളെ ഉമ്മവാപ്പമാരോടുള്ള കടപ്പാട്, പ്രായമുള്ളവരോടുള്ള കടപ്പാട്, പണ്ഡിതന്മാരോടുള്ള കടപ്പാട് ഞങ്ങൾക്ക് നീ ഞങ്ങളെ മനസ്സിലെന്നും ഓർമ്മയിൽ തരണം റഹ്മാനേ. മക്കളെ വളർത്തുമ്പോൾ ശരിയായ നിലക്ക് വളർത്തണമെന്ന ചിന്ത രക്ഷിതാക്കളെ മനസ്സിലും നീ കൊടുക്കണം റഹ്മാനേ. കേട്ടിട്ടില്ലേ നിങ്ങൾ, മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റും ദുആക്കും നിൽക്കാതെ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അതാ നിസ്കാരം കഴിഞ്ഞ് വേഗം പിരിഞ്ഞു പോകുന്നു. അബൂ ദുജാന തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ദിക്റും ദുആക്കും നിൽക്കാതെ പിരിഞ്ഞു പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യം ചെയ്തു, എന്തേ അബൂ ദുജാന, നിങ്ങൾ നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് അല്ലാഹുവോടൊന്നും പറയാനില്ലേ? ദിക്റും ദുആക്കും നിൽക്കാതെ പോകുന്നത് എന്തേ? അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബിയേ, ഞാനങ്ങനെ പോകുന്നതിന്റെ കാരണം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഈത്തപ്പന മരമുണ്ട്. ആ ഈത്തപ്പന മരത്തിന്റെ മേലെ ഈത്തപ്പഴം പഴുത്തു കിടക്കുന്നുണ്ട്. അക്കാരക്കമരത്തിന്റെ മേലെ നിന്ന് ഈത്തപ്പഴം പഴുത്തിട്ട് എന്റെ പറമ്പിലേക്ക്, എന്റെ വീട്ടുമുറ്റത്തേക്ക് വീണു കഴിഞ്ഞാൽ എന്റെ ചെറിയ മക്കൾ അവര് രാവിലെ ഉറക്ക് തെളിഞ്ഞിട്ടത് പെറുക്കി തിന്നുപോകും. ആ ഈത്തപ്പന എന്റേതല്ല, എന്റെ തൊട്ടടുത്ത വീട്ടുകാരന്റേതാണ്. ഞാനൊരു ദിവസം നിസ്കാരം കഴിഞ്ഞ് ചെല്ലുമ്പോ എന്റെ ഒരു ചെറിയ കുട്ടി ഈത്തപ്പഴമെടുത്ത് തൊള്ളയിലിട്ടത് ഞാൻ കണ്ടു. എന്റെ വീട് പട്ടിണി കിടക്കുന്ന വീടാണ്. എന്റെ മക്കൾ വിശന്നുകൊണ്ട് കിടന്നുറങ്ങിയതാണ്. ആ മക്കൾക്ക്, ഒന്നും കിട്ടാത്ത മക്കൾക്ക്
അന്യന്റേതെന്ന ചിന്തയില്ലാതെ ഈത്തപ്പഴം കിട്ടിയാൽ തിന്നുപോകും. ഒരു ദിവസം ഞാൻ എന്റെ ഒരു ചെറിയ മകൻ ഈത്തപ്പഴം എടുത്ത് തൊള്ളയിലിട്ടത് കണ്ടപ്പോ അത് പിടിച്ച് വലിച്ച് പുറത്തെടുത്ത് അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. എന്റെ മക്കൾ ഉറക്കു തെളിയുന്നതിന് മുമ്പ് ഞാനവിടെ എത്തിയില്ലെങ്കിൽ അന്യന്റെ അവകാശം എന്റെ മക്കൾ തിന്നുപോകും നബിയേ. അതുകൊണ്ട് ദിക്റ് ദുആക്ക് നിൽക്കാതെ ഞാൻ തിരിച്ചു പോവുകയാണ് നബിയേ. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ, രക്ഷിതാക്കളെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മളെ മക്കൾ തിന്നുന്നത് ഹലാലായിരിക്കണം. ഒരിക്കലും അന്യന്റേത് തിന്ന് വളരുന്ന മക്കൾ നന്നാകൂല. മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ വളരുന്ന മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. തിന്നുന്ന ഭക്ഷണം ക്ലിയറാകണം. ബിസിനസ് നടത്തുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ടാകും. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അതെ, അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സദീഖീന വസ്സുഹദാ. ബിസിനസ് നടത്തുന്ന ആളുകൾ സത്യവാന്മാരാണെങ്കിൽ, വിശ്വസ്തരാണെങ്കിൽ അവർ അമ്പിയാക്കളെ കൂടെയാണ്, സിദ്ദീഖീകളെ കൂടെയാണ്, ശുഹദാക്കളെ കൂടെയാണ്. ബിസിനസ് നടത്തണം, പക്ഷേ അത് വിശ്വസ്തമായ ബിസിനസ്, സത്യസന്ധമായ ബിസിനസ്. എന്നാൽ നിങ്ങളെ പാർപ്പടം ശുഹദാക്കളെ കൂടെയാണ്, സിദ്ദീഖീകളെ കൂടെയാണ്, അമ്പിയാക്കളെ കൂടെയാണ്. അതേ നബി തന്നെ പറഞ്ഞ മറ്റൊരു വാക്ക് ശ്രദ്ധിക്കണേ, അത്തുജാറു യുഹ്ശറൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ ഇല്ലാ മൻ ഇത്തഖാ വബറ വസദഖാ. അതേ, സദാ തഖ്വയില്ലാതെ, പുണ്യം ചെയ്യാതെ, സത്യം പറയാതെ, അസത്യത്തിന്റെ ചിന്തയിലായി ബിസിനസ് നടത്തുന്ന കക്ഷികൾ പടച്ചവന്റെ അടുക്കൽ തെമ്മാടികളാണ് കേട്ടോ. തഖ്വയോടെ സത്യസന്ധമായി സത്യം പറഞ്ഞ് ബിസിനസ് നടത്തുന്നവർ റസൂലുള്ളാഹിന്റെ കൂടെയാണ് കേട്ടോ. തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. മാ അകലഹതും തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈഹി. കൈകൊണ്ട് ജോലിയെടുത്ത് ഭക്ഷണം കഴിക്കുന്നവനേക്കാൾ ഹൈറായ ഭക്ഷണം കഴിക്കുന്ന മറ്റൊരാളില്ല. തൊഴിലാളിക്ക് റസൂലുള്ളാഹി ആശംസ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹറാമായ വിധത്തിലാകരുത്, മുതലാളിയെ വഞ്ചിച്ചുകൊണ്ടാകരുത്, കട്ടെടുത്തുകൊണ്ടാകരുത്. എന്ത് ജോലിയാണെങ്കിലും, കൃഷിയാണെങ്കിലും, തൊഴിലാണെങ്കിലും, ബിസിനസ് ആണെങ്കിലും നമ്മളെ മക്കള് ഹറാമ് തിന്നാൻ കാരണമാകരുത്. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ തഖ്വ കണ്ടോ? നിസ്കാരത്തിന്റെ ശേഷം ദിക്റും ദുആക്കും നിൽക്കാതെ മഹാനവകൾ ഓടിപ്പോകുന്നത് അന്യന്റെ ഈത്തപ്പഴം എന്റെ മക്കള് തിന്നുപോകുമോ എന്ന പേടി കൊണ്ടാണ്. ആ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം കേട്ടപ്പോ, സത്യസന്ധത അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഈത്തപ്പന ആരുടേതാണ്? ആ ഈത്തപ്പന ആരുടേതാണ്? അതെനിക്ക് വിൽക്കുമോ? ആരുടേതാണ്? ആളെ പേര് പറഞ്ഞു കൊടുത്തു. അയാളെ വിളിച്ചു, നിങ്ങൾ തന്നെ അബൂ ദുജാനയുടെ വീട്ടിൽ ചാഞ്ഞു കിടക്കുന്ന ഈത്തപ്പന? അതെ, അബൂ ദുജാനക്ക് അതിന്റെ ഈത്തപ്പഴം അബൂ ദുജാനയുടെ മക്കൾ തിന്നുപോകുന്നത് പേടിച്ചിട്ട് ദിക്റും ദുആക്കും നിൽക്കാതെ പോവാണ്. അതുകൊണ്ട് ആ ഈത്തപ്പഴം നീ എനിക്ക് വിൽക്കോ? 10 ഈത്തപ്പന സ്വർഗത്തിൽ പകരം തരാം. 10 ഈത്തപ്പന സ്വർഗത്തിൽ പകരം തരാം, വിൽക്കോ? അപ്പൊ അയാൾ എന്ത് പറഞ്ഞു എന്നറിയോ? അയാൾ കൂട്ടത്തിൽ നിസ്കരിക്കാനൊക്കെ വരും, പക്ഷെ ഉള്ളിൽ വിശ്വാസമില്ല. അയാൾ എന്ത് പറഞ്ഞു അറിയോ? ഞാൻ കടത്തിന് വിൽക്കൂല, റൊക്കത്തിനെ കൊടുക്കുള്ളൂ. സ്വർഗത്തിൽ 10 തരാന്ന് നബി തങ്ങൾ പറഞ്ഞു. റൊക്ക കടല്ലേ, കടത്തിന് വിൽക്കൂല. അപ്പോഴാണ് ഭാഗ്യവാനായ മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് വസയുജന്നബുഹൽ അത്ഖല്ലദീ യുതി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടും നബിയെ തഖ്വയുള്ള മഹാന്മാരെ. അവരെ സ്വഭാവം എന്താണ്? തെറ്റുകളിൽ നിന്ന് പരിശുദ്ധമാകാൻ ധനം കൊടുക്കുന്നവരാണവർ.
ധനം ചെലവഴിക്കുന്നവരാണവർ. അവർക്കതാ റബ്ബിന്റെ പൊരുത്തമേ അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ, വേറെ ലക്ഷ്യമില്ല. റബ്ബിന്റെ പ്രതിഫലം കൊണ്ടവര് പൊരുത്തപ്പെടും നബിയെ. ഈ അർത്ഥം വരുന്ന ആയത്തിറങ്ങിയത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വല്ലാത്ത സദഖയെ പരിഗണിച്ചുകൊണ്ടിറങ്ങിയ ആയത്തല്ലേ അത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മോചനത്തിന് അതാ പറഞ്ഞ പൊന്ന് കൊടുത്തപ്പോൾ ഇറങ്ങിയ ആയത്തല്ലേ അത്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്ക് കടം മതി, റൊക്കം വേണ്ട. ഞാനിതാ പറയുന്നു, അയാളുടെ ഈത്തപ്പനക്ക് പകരം 10 ഈത്തപ്പന ഞാൻ കൊടുക്കും. ഇവിടെ എനിക്ക് തങ്ങൾ സ്വർഗത്തിൽ തന്നാൽ മതി. ഞാൻ 10 കൊടുക്കാം. മുനാഫിഖുകളെ വലിയ പതിവിച്ചു. 10 ഈത്തപ്പന ഇവിടെ തന്നെ വിറ്റു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ തങ്ങൾ പറഞ്ഞ 10 ഈത്തപ്പന എനിക്ക് സ്വർഗത്തിൽ തരണം. എനിക്ക് തങ്ങൾ കടം പറഞ്ഞാൽ മതി, എനിക്കിവിടെ വേണ്ട. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 10 ഈത്തപ്പനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ വീട്ടിലേക്ക് പോയി, മുനാഫിഖ് വീട്ടിലേക്ക് പോയി. ഭാര്യയുടെ മുന്നിൽ സന്തോഷത്തോടെ ചെന്നിട്ട്, നല്ല ലാഭമുള്ള കച്ചവടം ചെയ്ത് വരികയാണ് ഞാൻ. എന്റെ കച്ചവട ലാഭം നമ്മുടെ ഒരു ഈത്തപ്പനയില്ലേ, ആ ഈത്തപ്പന ഞാൻ മുഹമ്മദിനും അബൂബക്കറിനും വിറ്റു. ഒന്നിന് 10 ഈത്തപ്പന ഇവിടെ തന്നെ കിട്ടി, വലിയ ലാഭമായി പോയി. അതിന്റെ പുറമേ നമ്മളെ ഈത്തപ്പന നമ്മളെ പറമ്പിലല്ലേ ഉള്ളത്, അത് നമ്മൾ വിറ്റു എന്ന് പറഞ്ഞതല്ലാതെ അതിന്റെ പോകുന്നത് അവിടെ തന്നെ ഇല്ലേ. അപ്പൊ നമുക്ക് 11ആയി. ആദ്യത്തെ വിറ്റിട്ട് കിട്ടിയ വസ്തു നമ്മളെ പറമ്പിൽ തന്നെ ഉള്ളത്, അത് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ 11ആയി. ഓ, ഭാര്യയും സന്തോഷത്തോടെ കിടന്നുറങ്ങി. നേരം വെളുത്തു നോക്കുമ്പോൾ അത്ഭുതം തന്നെ. ഈത്തപ്പന അതാ അവിടെ കാണുന്നില്ല. മൂപ്പര ഈത്തപ്പന നടന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മുറ്റത്ത് പോയി നിൽക്കുന്നു. ജഅതിലി ദഅവതിഹിൽ അസ്ജറു സജീദതൻ തംശീലൈഹി അലാ തഖിം ബിലാ ഖദമി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ حبيبك خير الخلق كلهم. മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസമില്ലാത്തവര് അല്ലാഹുവിന്റെ റസൂലിന്റെ പവർ അറിയൂല കേട്ടോ, സിദ്ദീഖുൽ അക്ബറിന്റെ പവർ അറിയൂല കേട്ടോ, ഔലിയാക്കളെ പവർ അറിയൂല കേട്ടോ. അതേ സമയത്ത് ഈത്തപ്പന മരത്തിന് റസൂലുള്ളാഹിനെ അറിയാം, സിദ്ദീഖുൽ അക്ബറിനെ അറിയാം, മരങ്ങൾക്കറിയാം, കല്ലുകൾക്കറിയാം, അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് മഹാന്മാരെ അറിയാം. അതേ സമയത്ത് മുനാഫിഖിനത് മനസ്സിലാവൂല, കുഫാറിനത് തിരിയൂല. തിരിയുന്നവർക്ക് തിരിയും കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് നമ്മളെ മക്കള് നന്നാകാൻ ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത നമ്മളെ ഖൽബിൽ വളർത്തണേ മുസ്ലിമീങ്ങളെ. ഒരിക്കലും മറ്റൊരുത്തന്റെ ഹക്ക്, വേറൊരുത്തന്റെ അവകാശം നമ്മളെ കയ്യിലായി പോകരുത്. ആയി വന്നാൽ നമ്മളെ മക്കള് ചീത്തയായി പോകും. അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. നല്ല പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സഹകരിക്കണം, എപ്പോഴും സഹായിക്കണം. ഞാൻ എന്റെ വാക്കുകൾ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد.
സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ കീഴിൽ ആരംഭിച്ചു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന വനിതാ കോളേജിന്റെ കെട്ടിടം ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കാൻ വിനയ പുരസ്കാരം ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സന്മനസ്സോടെ വളരെ കൃത്യമായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പാർലമെന്റ് മണ്ഡലം എംപിയും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ, ഈ പരിപാടിയിൽ നാം സൗഹൃദ സമ്മേളന വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതനുസരിച്ച് എത്തിച്ചേർന്ന പേരാമ്പ്ര MLA കെ കുഞ്ഞമ്മദ് മാസ്റ്റർ, MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി, പി മോഹനൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ഗിരീഷ്, SA പുതിയ വളപ്പിൽ, VM ചന്ദ്രൻ, ജോൺ പൂതക്കുഴി, CK കുഞ്ഞമ്മദ്, സൂപ്പി നരിക്കാട്ടേരി, നമ്മുടെ ഈ പരിപാടിയിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുന്ന SOE സ്റ്റേറ്റ് സെക്രട്ടറി N. അലിയബ്ദുള്ള സാഹിബ്, ഈ വേദിയിലും സദസ്സിലും പങ്കെടുത്ത മറ്റ് നേതാക്കൾ, പ്രവർത്തകർ, സ്റ്റാഫുകൾ, വിദ്യാർത്ഥികൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഷാർജയിൽ ഇവിടെ എത്തിയ മുനീർ സാഹിബ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വേദി വളരെ ധന്യമാണ്. മഹാനായ സൈനുല്ലാബിൻ വാഫസ്തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ഈ സദസ്സിൽ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതിന്റെ പുറമെ 2 വ്യക്തികൾക്ക് പുരസ്കാരം നൽകുക എന്നത് ഞാൻ ഏറ്റവും പ്രസക്തിയായി കാണുന്ന ഒരു പരിപാടി. കുറ്റ്യാടിയുടെ ചരിത്രം ലോകത്തിന് സമർപ്പിച്ച സൂഫി സാഹിബിനും ഞാനിവിടെ ഒരു 19 സെന്റ് സ്ഥലത്ത് ഓലശെറ്റ് കെട്ടി സിറാജുൽ ഹുദക്ക് തുടക്കം കുറിച്ചപ്പോൾ അന്ന് മുതൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു പ്രവർത്തകനേക്കാൾ അല്ലെങ്കിൽ പ്രവർത്തകനെ പോലെ ആത്മാർത്ഥമായി ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും പങ്കുചേരുന്ന കുറ്റ്യാടിക്കാരനും ഒരു സാധാരണക്കാരനുമായ ഷാസു, ഈ 2 വ്യക്തികളുടെ പുരസ്കാരം ഞാൻ ഈ പരിപാടിയിൽ വളരെ പ്രസക്തിയുള്ളതായി കാണും. നീണ്ട ഒരു പ്രസംഗം ഇപ്പോൾ ഉദ്ദേശമില്ല, ആവശ്യവുമില്ല. സിറാജുൽ ഹുദ, ആ വാക്കിന്റെ അർത്ഥം സന്മാർഗ ദീപം എന്നാണ്. നമ്മുടെ രാഷ്ട്രത്തിനും സമൂഹത്തിനും നന്മ ലഭിക്കുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കുക. ജാതി, മത, വർഗ, വർണ്ണ, ദേശ, രാഷ്ട്രീയ വ്യത്യാസമന്യേ മനുഷ്യനെ മനുഷ്യനായി ആദരിക്കുന്ന ഒരു സമൂഹത്തെ ഉയർത്തിയെടുക്കുക. പണമുള്ളവർ അവരുടെ ധനം അനുഭവിച്ച് ജീവിക്കുമ്പോൾ പാവപ്പെട്ടവനും അതിൽ അവകാശമുണ്ട്, അവർക്കും അതിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്, അവരും ഇവിടെ സന്തോഷകരമായി ജീവിക്കേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന സാധു
സഹായ സംരക്ഷണ പരിപാടികൾ നടപ്പാക്കുക. ഇങ്ങനെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ ഒരു കൈത്തിരി എന്ന നിലയ്ക്ക് ആരംഭിച്ച ഈ മഹത്തായ സ്ഥാപനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 600ഓളം സ്റ്റാഫുകളും 8,000-ഓളം വിദ്യാർത്ഥികളും പഠിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ പരന്നുകിടക്കുന്ന ഒരു സ്ഥാപനം. കുറ്റ്യാടിയിൽ ഇവിടെയാണ് ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ശിലാസ്ഥാപനം നടത്തുന്ന വനിതാ കോളേജ് അടക്കം നാം നിർമ്മിക്കാൻ പോകുന്നതും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും 15 ഏക്കറയോളം വരുന്ന കുറ്റ്യാടിയിൽ തന്നെ വയനാട് റോട്ടിലുള്ള സ്ഥലത്താണ്. ഈ സ്ഥാപനത്തിന്റെ മഹത്തായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ കുറ്റ്യാടിയിലും പരിസരങ്ങളിലുമുള്ള സർവ മതക്കാരും സർവ സംഘടനക്കാരും ഒരുപോലെ ഇന്നുവരെ സഹകരിക്കുന്നു. എല്ലാവരെയും കൃതജ്ഞതാപൂർവം ഈ സമയം ഞാൻ അനുസ്മരിക്കും. മനുഷ്യൻ അത് ഉത്കൃഷ്ട ജീവിയാണ്. മനുഷ്യൻ അവനു വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുട്ടി സ്വന്തം അമ്മയുടെ മുല കുടിക്കുമ്പോൾ ആ ചെറിയ പിഞ്ചുകുട്ടിയെ കഴുത്തിൽ കയറിട്ട് മാറ്റി മനുഷ്യൻ അതിന്റെ പാല് കടന്നെടുക്കുന്നത് തെറ്റാണെന്ന് ലോകത്ത് ഒരു മതക്കാരനും പറയുന്നില്ല. വാസ്തവത്തിൽ എന്തുകൊണ്ട് സ്വന്തം അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടിയെ മാറ്റി മനുഷ്യൻ ഈ പാല് കറന്നെടുക്കുന്നത് തെറ്റാണെന്ന് ആരും പറയാത്തത്? അടിസ്ഥാനപരമായ കാരണം പാലും പശുവും ആടും ഒട്ടകവും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും സർവ്വസസ്യങ്ങളും മത്സ്യങ്ങളും എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. മനുഷ്യ നന്മയാണ് എല്ലാറ്റിന്റെയും ലക്ഷ്യം. മനുഷ്യന് സേവനം ചെയ്യാനാണ് ഇവിടെയുള്ള മൃഗങ്ങളെല്ലാം ശ്രമിക്കുന്നത്. മനുഷ്യന് തണലേകാനാണ് ഇവിടെയുള്ള സസ്യങ്ങൾ നിലനിൽക്കുന്നത്. എത്രത്തോളം ഉയരങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ, എത്രത്തോളം ഫലവത്താകുന്നുണ്ടോ അതിനനുസരിച്ച് വിനയം പ്രകടിപ്പിക്കുന്നതാണ് സസ്യങ്ങളിൽ നാം കാണുന്ന സ്വഭാവം. ധാരാളം തേങ്ങയും ഇളനീറുമുള്ള തെങ്ങിൻ തൈയിന്റെ ഓല ചില സ്ഥലങ്ങളിൽ മടൽ എന്ന് പറയും. ഈ ഓല താഴ്ന്നു നിൽക്കും. ഒരൊറ്റ തേങ്ങയും ഉണ്ടാകാത്ത തൈയിന്റെ ഓലകൾ, മടലുകൾ ഉയർന്ന് ആരടാ എന്ന് ചോദിച്ചു നിൽക്കും. ധാരാളം മാങ്ങയുള്ള മാവിന്റെ കൊമ്പുകൾ താഴ്ന്ന് വിനയത്തോടെ നിൽക്കും. ഒരൊറ്റ മാങ്ങയും ഉണ്ടാകാത്ത മാവിന്റെ കൊമ്പുകൾ എന്തടാ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കും. എത്രത്തോളം മനുഷ്യൻ ഉയരുന്നുണ്ടോ അത്രത്തോളം മനുഷ്യന് വിനയം കാണിക്കണം എന്ന് സസ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പശുവും ആടും ഒട്ടകവുമൊക്കെ സ്വന്തം കുട്ടിയുടെ പാല് മാറ്റിവെച്ച് മനുഷ്യന് നൽകിക്കൊണ്ട് സ്വന്തം കുടുംബത്തെക്കാൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്ക് ഞാനിപ്പോൾ അനുസ്മരിപ്പിക്കുന്നു. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമൻ. മനുഷ്യർക്ക് നീ ഇഷ്ടപ്പെടണം, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം. അവിടെ മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല, ഇന്ന പാർട്ടിക്കാരന് എന്ന് പറഞ്ഞിട്ടില്ല. അഹിബ്ബ ലിന്നാസ്, ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടണം. മാ തുഹിബ്ബു ലിനഫ്സിക്, നിനക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമൻ, അപ്പോൾ നിനക്കൊരു മുസ്ലിം ആകാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം അങ്ങനെയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മാനസിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച്
സർവ മതത്തിൽപ്പെട്ടവരെയും സർവ പാർട്ടികളിൽപ്പെട്ടവരെയും മനുഷ്യർ എന്ന നിലക്ക് സ്നേഹിച്ചും ആദരിച്ചും സഹകരിച്ചും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ നാം ജീവിക്കാനൊരുങ്ങിയാൽ നമ്മുടെ രാഷ്ട്രത്തിനും സമൂഹത്തിനും ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. കൂട്ടായ്മയിലൂടെ ഉയരങ്ങളിലേക്ക് കയറിപ്പോകേണ്ട നാം പലപ്പോഴും പരസ്പര വൈരാഗ്യങ്ങളും പരസ്പര വഞ്ചനകളും വിശ്വാസ വഞ്ചനകളും സംഭവിച്ചു പോകുന്നത് കൊണ്ട് നമ്മുടെ രാഷ്ട്രം ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നതിന് പകരം പലപ്പോഴും അധപ്പതനത്തിന്റെ കയ്പുനീരുകൾ കുടിക്കേണ്ടി വരും. മനുഷ്യൻ പരസ്പരമുണ്ടാകുന്ന വൈരാഗ്യം, അതിന്റെ പേരിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ തന്നെ മൃഗങ്ങൾ തീറ്റി ഇരയായിട്ടു. ആ മൃഗങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ തന്നെ പലപ്പോഴും പൂർവകാലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനം, എനിക്കറിയാം സിറാജുൽ ഹുദയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം തന്നെ എത്രയോ ദിവസങ്ങൾ അടച്ചുപൂട്ടി കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏത് മതത്തിൽപ്പെട്ടവർക്കും ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും ഒന്നായി ഇരുന്ന് ഇതിനെല്ലാം പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്, എന്റെ പ്രസ്ഥാനം ഉറച്ചു വിശ്വസിക്കുന്നത്. ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല. പരസ്പരം ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുകയും അതേസമയം തെറ്റിദ്ധാരണകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്ത് പരസ്പര വിശ്വാസത്തോടെ രാഷ്ട്രത്തിലുള്ള മുഴുവൻ ആളുകളും മുന്നേറേണ്ടതുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ എന്റെ പ്രശ്നം നിർത്തും. തെറ്റിദ്ധാരണകൾക്ക് ഒരു ചെറിയ വിരാമം. സിറാജുൽ ഹുദയുടെ കീഴിൽ മുള്ളംകുന്നിൽ നടക്കുന്ന ഒരു സ്ഥാപനം, അതിന്റെ ബിൽഡിംഗിന്റെ മേലെ ഒരു ദിവസം എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു RSS എന്ന് 3 അക്ഷരം. രാവിലെ വന്ന് എന്റെ മുമ്പിൽ റിപ്പോർട്ട് പറഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞു, ആ പേര് കാണുന്നവർ അത് എഴുതിയിരിക്കില്ല, അത് എഴുതിയത് മറ്റൊരാളായിരിക്കും. ആ പേര് കാണുന്ന സംഘടനക്കാർ അത് എഴുതിയിട്ടുണ്ടാവുകയില്ല, കാരണം അങ്ങനെ എഴുതേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഞാൻ മാക്കൂൽ മുഹമ്മദ് ഹാജി നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്ന മാക്കൂൽ മുഹമ്മദ് ഹാജിയെയും കുറ്റ്യാടിയിലെ ചെക്കൂറ കുഞ്ഞബ്ദുള്ളക്കെയും വിളിച്ച് ഞാൻ അവരെ RSSുമായി എന്തെങ്കിലും ബന്ധമുള്ള ഈ ഭാഗത്തുള്ള ആളുകളെ പോയി കാണാൻ ആവശ്യപ്പെട്ടു. അന്ന് ബന്ധപ്പെട്ട രാധാകൃഷ്ണൻ ഇന്ന് സദസ്സിലുണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എഴുതി. അദ്ദേഹം അതിന് സാക്ഷിയാണ്. നേരെ ചെന്നു അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അറിവില്ലാതെ ചെയ്തു പോയോ എന്ന് ഒരന്വേഷണം നടത്താം. അല്പസമയത്തിനുള്ളിൽ അവർ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തകനായ PT അബൂബക്കർ ഫൈസിയുടെ വീട്ടിലെത്തി. ഞങ്ങളങ്ങനെ എഴുതിയിട്ടില്ല, ഞങ്ങളത് മയച്ചു കളയാം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഉസ്താദ് മയക്കാൻ നിങ്ങളെ കൊണ്ട് മയപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളെ കണ്ട് നിങ്ങൾ എഴുതിയതാണോ എന്ന് അന്വേഷിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പ്രവർത്തകന്മാർ അത് മയച്ചു കളഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അതേ ചുമരിന്റെ മേലെ വേറെ 3 അക്ഷരം കണ്ടു. അവരും അത് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യരായ നമ്മെ വികാരത്തിനടിമപ്പെടുത്തി പരസ്പരം പോരടിച്ച് രാഷ്ട്രം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ടാകാം. അവർ ചെയ്യുന്ന ഈ ദുഷിച്ച പ്രവർത്തനം അതിന് ഒരു മതക്കാരനും കൂട്ടുനിൽക്കില്ല, ഒരു പാർട്ടിക്കാരനും അതിന് കൂട്ടുനിൽക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചുരുക്കം ചില ആളുകൾക്ക് ക്രിമിനൽ മൈൻഡാണ്. ചുരുക്കം ചില ആളുകൾക്ക് നാട്ടിൽ കുഴപ്പം അവർ വരുത്തിയിടുകയാണ്. അവിടെ സർവമതത്തിന്റെ ആളുകളും സർവ പാർട്ടികളുടെ വക്താക്കളും നേതാക്കളും ഒരൽപ്പം വിവേകപൂർവകമായി ചിന്തിച്ചാൽ നമുക്ക് രാജ്യത്ത് എന്നും സമാധാനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊരു ചെറിയ മാതൃകയായിരുന്നു
അന്ന് എനിക്ക് എന്റെ ബുദ്ധിയിൽ അള്ളാഹു തോന്നിപ്പിച്ചത് അത് എന്റെ ശക്തിയല്ല, എന്റെ വിശ്വാസപ്രകാരം ഞാൻ വിശ്വസിക്കുന്ന റബ്ബ് എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കും. നേരെ മറിച്ച് അതേ സമയം ഞാനൊരു പ്രതിഷേധ പ്രകടനത്തിന് ആഹ്വാനം ചെയ്ത് റോട്ടിലിറങ്ങിയാൽ നിരപരാധികളെയാണ് ഞാൻ ആരോപിക്കുന്നത്. ആ നിരപരാധികളുടെ മനസ്സിന് വേദനയുണ്ടാകും. ഈ പറയുന്ന എന്നെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങളുടെ പേരിൽ ആരോപിച്ചല്ലോ, ഇതാണോ മുസ്ലിം പണ്ഡിതന്മാർ എന്ന് മറ്റ് മതത്തിലുള്ളവർ തന്നെ തെറ്റിദ്ധരിക്കാൻ കാരണമാവുകയും ചെയ്യും. വാസ്തവത്തിൽ മനുഷ്യൻ പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടെ ജീവിച്ചാൽ ഇവിടെ ആർക്കും ഒരു ജീവികൾക്കും ഒരു ശല്യവും വരാനില്ല. നാം സ്നേഹവും ബഹുമാനവും പുലർത്തി ജീവിക്കും. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന രംഗത്ത് എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ നമ്മോട് സഹകരിച്ചിട്ടുണ്ട്. ആരും നമ്മിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏകദേശം 15 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിന് 7 ലക്ഷം രൂപ നമുക്ക് സ്ഥാപനത്തിന് തരാം എന്ന് അബുദാബിയിലെ ഒരു അറബി ആവശ്യപ്പെട്ടു. ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് പ്രകാരം വിദേശത്ത് നിന്ന് സംഖ്യ കൊണ്ടുവരാൻ നമുക്ക് അനുമതിയുണ്ട്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് അത് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് വാങ്ങിത്തരുന്നതിൽ മുമ്പ് എന്നെ സഹായിച്ചത് PM സഹീദ് സാഹിബ് അവർകളാണ്. അദ്ദേഹം ലക്ഷദ്വീപിലെ MP-യും മന്ത്രിയും ആയിരുന്നു, നമ്മുടെ മന്ത്രിയായിരുന്നു. ഞാൻ അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ 7 ലക്ഷം രൂപ ഡ്രാഫ്റ്റ് എടുത്ത് അയച്ചു തരാം എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു കത്ത് വേണം എന്ന് അദ്ദേഹം നിബന്ധന വെച്ചു. ഞാൻ എരോത്ത് പൂക്കൽ ഹാജിയെയും കൂട്ടി പാണക്കാട് പോയി. 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഏകദേശം, ഇപ്പോഴും അതിന്റെ കണക്ക് നോക്കിയാൽ അതിന് ഡേറ്റ് കിട്ടും. തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടു. തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാട് കമ്മിറ്റിയുടെ പ്രസിഡന്റാ, ഒരാൾക്കും ഞാൻ കത്ത് കൊടുക്കാറില്ല, പക്ഷേ സിറാജുൽ ഹുദക്ക് കത്ത് തരാമെന്ന് ലെറ്റർ ഹെഡ് എടുത്ത് അപ്പോൾ തന്നെ കത്ത് തന്നു. ഞാൻ ആ കത്ത് അവിടെ കൊണ്ടുപോയി മുഹമ്മദ് ഷരീഫുൽ മുത്തവ എന്ന് പറയുന്ന അറബിക്ക് കൊടുത്തു. 7 ലക്ഷം രൂപ അദ്ദേഹം ഡ്രാഫ്റ്റായി ഇവിടെ അയച്ചു. ഇതുപോലെ നമുക്കിപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ മന്ത്രി ബേബി സാർ ചെയ്തിരുന്നതാണ്. അതിനു മുമ്പ് E.T. മുഹമ്മദ് ബഷീർ മന്ത്രിയായിരുന്ന സമയത്ത് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും എല്ലാ പാർട്ടികളും എല്ലാ കക്ഷികളും സിറാജുൽ ഹുദയോട് ഇന്നുവരെയും സഹകരിച്ചിട്ടുണ്ട്. ഞാനതിന്റെ നന്ദി മുഴുവൻ പാർട്ടിയുടെ വക്താക്കൾക്കും നേതാക്കൾക്കും അറിയിക്കുകയും ഈ സ്ഥാപനം കാന്തപുരം ഉസ്താദ് ഇതിന്റെ പ്രസിഡന്റാണ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വിനീതനായ ഞാൻ ഇതിന്റെ ഒരു എളിയ പ്രവർത്തകൻ മാത്രമാണ്. ഞങ്ങൾക്കാർക്കും ഇതിനൊരു അവകാശവും ഇല്ല, അധികാരവും ഇല്ല. സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ഭരണഘടനയിൽ തന്നെ ഇതിന്റെ ഭരണഘടന അനുസരിച്ച് നടത്തിക്കൊണ്ടുപോകും. കഴിയാത്തൊരു സന്ദർഭം വന്നാൽ അനുയോജ്യമായ അതിനോട് തത്തുല്യമായ ഭരണഘടനയുള്ള മറ്റൊരു സൊസൈറ്റിക്ക് വിട്ടുകൊടുക്കും. അതിനും പറ്റാത്ത ചുറ്റുപാടുകൾ സർക്കാരിലേക്ക് വിട്ടുകൊടുക്കും എന്നാണ് ഇതിന്റെ ഭരണഘടന. ഒരു വ്യക്തിക്കും ഇതിന് യാതൊരു അവകാശവുമില്ല. നമ്മുടെ ഈ കുറ്റ്യാടിയിലെ MLA ലതിക, അവരുടെ സഹായം വളരെ നന്നായി നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പേരാമ്പ്ര MLA കുഞ്ഞമ്മദ് സാഹിബിന്റെ മാസ്റ്ററെ ഞാൻ തന്നെ സന്ദർശിക്കുകയും പലപ്പോഴും സഹകരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കക്ഷികളും ഒരുപോലെ സഹകരിക്കുന്നു എന്നല്ല. ഞാനിവിടെ വന്ന് ഇത് ആരംഭിക്കുന്ന സമയത്ത് എന്നെ തെറ്റിദ്ധരിച്ചവരോ ഞാൻ തെറ്റിദ്ധരിച്ചവരോ ഉണ്ടെങ്കിൽ അവരും കൂടി ഇപ്പോൾ പരിപൂർണമായി സഹകരിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഈ കുറ്റ്യാടിയിലുള്ളത്. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. നിങ്ങളെല്ലാവരും ഇനിയും സഹകരിക്കണമെന്നും നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും അതിന് നിങ്ങളോടെല്ലാം ആവശ്യപ്പെട്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നമ്മുടെ വനിതാ കോളേജിന്റെ ശിലാസ്ഥാപന കർമ്മവും ഈ മഹത്തായ സൗഹൃദ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മവും നമ്മുടെ മന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ ചെയ്തു തരും. ശേഷം വിഷയാവതരണങ്ങളും മറ്റ് പ്രഭാഷണങ്ങളും എല്ലാം നടക്കും. എല്ലാ പരിപാടിയിലും എല്ലാവരും സന്തോഷപൂർവ്വം പങ്കെടുത്തതിൽ അഭിനന്ദനം അർപ്പിച്ച് നിർത്തട്ടെ.
നമ്മുടെ രാഷ്ട്രം പുരോഗമിക്കുന്നതിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം ഭാഗ്യമുണ്ടാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു രണ്ട് നിവേദനം. നമ്മുടെ തൂപ്പി സാഹിബ് നെയ്ക്കാട്ടിൽ നാദാപുരത്തൊക്കെ ഒരുപാട് സഹകരണം ചെയ്തിട്ടുള്ള ആളാണ്. എന്റെ ശ്രദ്ധയിൽ വന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറിന്റെ കയ്യിൽ രണ്ട് ആവശ്യങ്ങൾ നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് ഒന്ന്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ബാംഗ്ലൂരിൽ മൈസൂരിലൊക്കെ പഠിക്കുന്നവർ. ഈ അടുത്ത് നാദാപുരത്ത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന കാർ ആക്സിഡന്റായി ചെറുപ്പക്കാരായ കുട്ടികൾ മരിച്ചുപോയി. പഠിക്കുന്ന കുട്ടികൾ എത്രയോ. അതുപോലെ ബിസിനസ് ആവശ്യവും തൊഴിലാവശ്യവും പോകുന്ന പതിനായിരങ്ങൾക്കുണ്ട്. രാത്രി വാഹനം പോകാൻ വലിയ പ്രയാസം. കോടതിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ ഇടപെടട്ടെ. പക്ഷേ എനിക്കൊരു തോന്നൽ, നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ ഒന്ന് കഴിഞ്ഞാൽ തലശ്ശേരിയിലോ കൈനാട്ടിയിലോ അല്ലെങ്കിൽ അനുയോജ്യമായ ഏതെങ്കിലും സ്ഥലത്ത് അതിന്റെ പരിശോധന നടത്തുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാവർക്കും വേണ്ടി പറയാണ്, ഒരു റെയിൽ പാത ബാംഗ്ലൂരിലേക്ക് അങ്ങുണ്ടായാൽ അത് നമ്മളെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറ് ഇവിടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ ആയാൽ, അതുപോലെ ഇ അഹമ്മദ് സാഹിബിനെ പോലുള്ളവർ റെയിൽവേ മന്ത്രിയായിരിക്കുന്ന സമയത്തായാൽ, അത് ഈ കേരളത്തിന് വലിയൊരു നേട്ടമായിരിക്കും. പ്രത്യേകിച്ച് മലബാറിന്, വിശിഷ്യ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മൾ വിദ്യാർത്ഥികളുടെ കാര്യമാണ് കൂടുതൽ ഊന്നൽ നൽകാറുള്ളത്. അതുകൊണ്ട് ഒരു മെമ്മോറാണ്ടം അതാണ്. മറ്റൊന്ന്, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള റോഡുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. വാഹനങ്ങൾ ഓരോ ദിവസം എത്ര വർദ്ധിക്കുന്നു എന്ന് പറയേണ്ടതില്ല. അതിന് പരിഹാരമുണ്ടാകാൻ വേണ്ടി കേന്ദ്രമന്ത്രിസഭയിൽ കഴിയുന്ന സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി മറ്റൊരു മെമ്മോറാണ്ടം. രണ്ടും നിങ്ങളെല്ലാം പ്രതിനിധീകരിച്ച് ഞാൻ തന്നെ മന്ത്രിയുടെ കൈവശത്തിൽ കൊടുക്കുന്നു. ഇതിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെങ്കിലും എതിരഭിപ്രായം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈവപ്പിയാൽ അയാളെ എതിരഭിപ്രായത്തോടുകൂടി തന്നെ കൊടുക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ മന്ത്രിയുടെ കയ്യിൽ ഈ രണ്ട് മെമ്മോറാണ്ടവും കൊടുക്കുന്നു. പടച്ചവൻ അത് രാജ്യത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ ആക്കി തീർക്കാൻ ഈ കേന്ദ്രമന്ത്രിസഭക്കും കേരള മന്ത്രിസഭക്കും എല്ലാം ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് എന്റെ വിശ്വാസപ്രകാരം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.